ഞാനൊരു വികാരജീവിയാണ്. നമ്മൾ പറയില്ലേ ടൂറിസം കൊണ്ടൊരു സ്ഥലം ജീവിക്കുക എന്ന് പറയില്ലേ, രസമാണ്. സോനാഗാച്ചിയിലെ മുറികളാണ്. ഈ മുറിയുടെ കട്ടിലിൻ്റെ താഴെ നമുക്ക് കുഞ്ഞുങ്ങളിരിക്കുന്ന കാണാൻ പറ്റും. വെറും കേർട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്സ് മാത്രം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ബാക്കിയെല്ലാം ആ കല്ല് അതുപോലെ തന്നെ റഫായിട്ടാണ്. ഞാൻ ഒരു ഹോം സ്റ്റേയിൽ പോയിട്ട് ആ ഹോം സ്റ്റേയിലെ വ്യക്തി വെള്ളം അടിച്ചിട്ട് അതിൻ്റെ വാതിലിൽ മുട്ടും പുൽച്ചയുടെ കഷ്ണം എടുത്തിട്ട് അല്ലേ ഖോലെ പുത്തർ ഖോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ വായിൽ അത് വെച്ച് തന്നു. അപ്പൊ എനിക്ക് അറപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവര് സാമാന്യം നന്നായിട്ട് കഷ്ടപ്പെടണമെന്ന് പറയില്ലേ, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത കടകൾ 2-3 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കൊരു തോന്നല്, പുള്ളിക്കൊരു കടമുണ്ട്, അത് തീർക്കാതെ പുള്ളിക്ക് മരിക്കാൻ സാധിക്കില്ല എന്ന് പുള്ളിക്കാനും തോന്നുന്നു. ബീങ് സെൻസിറ്റീവ് ഒരേ സമയത്ത് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു ശാപവുമാണ്, ചില സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും അണ്ടർ റേറ്റഡ് എന്ന് തോന്നിയിട്ടുള്ളത് ഒഡീഷയാണ്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളോട് വളരെ കൺസേണോടെ പെരുമാറുന്ന പുരുഷന്മാരാണ് കൂടുതലും ഉള്ളത് ഈ ലോകത്ത്. ട്രാവലിസ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ 2ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മളുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഒരു ട്രാവലർ എന്നതിലുപരി ഞാൻ ഈ വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത് ഒരു സ്റ്റോറി ടെല്ലർ എന്നാണ്. കാരണം പോയ യാത്രകളൊക്കെ ഒരു കഥ പോലെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഗൗരിയുടെ കഥകളിലെ ഗൗരിയെ. താങ്ക് യു ലക്ഷ്മി. എന്തൊക്കെയാണ് ഗൗരിയുടെ കഥകൾ? ഗൗരിയുടെ കഥകൾ എന്ന് പറഞ്ഞ പേജ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തോളമായി. കൂടുതലും യാത്രയും ഭക്ഷണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കഥകൾ എന്നുള്ളൊരു ഗൗരിയുടെ കഥകൾ എന്നുള്ളൊരു പേജിന് പേര് കൊടുക്കാനുള്ള കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പറയുമ്പോൾ വളരെ ഒരു ക്ലീഷേ ഡയലോഗായിരിക്കും. പക്ഷേ എനിക്ക് എല്ലാ കാലത്തും നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളാണെങ്കിലും നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാണെങ്കിലും എല്ലാം ഈ കഥയുടെ ഭാഗമാണ്. ജീവിതം എന്നൊരു വലിയ കഥയുടെ ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ യാത്ര ചെയ്യുന്തോറും കൂടുതൽ വ്യക്തികളെ പരിചയപ്പെടുകയും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഈ കഥകൾ മറ്റുള്ളവരും അറിയണം എന്ന് തോന്നി. അങ്ങനെ തോന്നി വളരെ യാദൃശ്ചികമായിട്ട് നേപ്പാളിൽ പോയ സമയത്ത് ഒരു വൈവൈയുടെ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് എൻ്റെ ഈ പേജ് എന്ന് പറയുന്നത്. അത് എങ്ങനെയോ മറ്റുള്ളവരത് കാണുകയും അവരത് സ്വീകരിക്കുകയും ഒരുപാട് ഈ യാത്ര ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ നല്ല കുറേ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഗൗരിയുടെ കഥകൾ ആ ഒരു ജേർണി തുടങ്ങുന്നത്. ഗൗരിയുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഗൗരി വേറെ വിശേഷങ്ങൾ? എവിടെയാണ് സ്ഥലം? എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡ് ഡോക്ടറാണ്. ഞാൻ മാത്തമാറ്റിക്സിൽ PhD ചെയ്യുകയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്സും യാത്രയും ഹിസ്റ്ററിയൊക്കെ കൂടെ ഒരു കുഴഞ്ഞു പറഞ്ഞ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ അടുത്ത് കാണുന്ന എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അതായത് എങ്ങനെ മാത്സ് എടുത്തിട്ട് എങ്ങനെ യാത്രയിലോട്ട് വന്നു എന്ന് പറയുന്നത്. ഞാൻ സ്കൂൾ കാലം തൊട്ട് ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ അസോസിയേഷൻ ഉണ്ടായിട്ടുള്ളത് എനിക്ക് അച്ഛനുമായിട്ടാണ്. ഞാൻ ഒറ്റക്കുട്ടിയാണ്. അച്ഛൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. അച്ഛൻ നല്ലപോലെ യാത്ര ചെയ്തിരുന്നു. അച്ഛൻ സെറ്റിൽഡ് ആവുന്നതിനൊക്കെ മുമ്പ്. അപ്പോൾ അച്ഛൻ വഴി ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഥകൾ അറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ ജീവിതത്തെ ഇങ്ങനെ വളരെ സരസമായ രീതിയിൽ കണ്ട് ശീലിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ചെയ്യുന്ന പോലെ ബയോമാത്സ് എടുത്തു. അത് കഴിഞ്ഞ് +1 +2 എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ജെന്യുവൻലി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ മാത്സ് BSc മാത്സ് എടുത്തു. പക്ഷേ എൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തും ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് കാണുന്ന, വളരെ ലാഘവത്തോടെ കാണുന്ന, യാത്രകളെ ഇഷ്ടപ്പെടുന്ന, ഓരോ സ്ഥലത്തെയും ചരിത്രവും അവിടുത്തെ ഭക്ഷണവും എല്ലാം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡും ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തി. എൻ്റെ മാത്തമാറ്റിക്സും ഞാൻ എടുത്ത സബ്ജക്റ്റിനെയും ഞാൻ അതുപോലെ തന്നെ സ്നേഹിച്ചു. അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അച്ഛനാണോ യാത്രകളുടെയൊക്കെ ഒരു മോട്ടിവേഷൻ? എൻ്റെ പ്രൈമറി ആയിട്ടുള്ള എൻ്റെ എല്ലാ ഇഷ്ടങ്ങളുടെയും പിന്നിൽ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അച്ഛനായിട്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ കൊച്ചിലെ തൊട്ടേ അച്ഛൻ ഒരുപാട് വായിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിലെ തൊട്ടേ ഈ പറഞ്ഞ പോലെ എനിക്ക് കൂടുതലും കാണാൻ താല്പര്യമുള്ള ചാനലുകളെല്ലാം ഈ ട്രാവൽ റിലേറ്റഡ് ആയിരുന്നു. ട്രാവൽ ആൻഡ് ലിവിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ NDTVയുടെ ഒരു ട്രാവൽ ചാനലുണ്ട്, ഹൈവേ ഓൺ മൈ പ്ലേറ്റ് എന്നും പറഞ്ഞ്. റോക്കി ആൻഡ് മയൂർ എന്ന് പറഞ്ഞ 2 പേര് ചേർന്ന് നടത്തുന്നൊരു ചാനലാണ്, ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തിനും ഏതിനും, അതായത് ഗൗരി എന്ന വ്യക്തിയുടെ ഒരു 90% ഇൻട്രസ്റ്റുകളും ഉടലെടുക്കുന്നത് എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെയാണ്. അച്ഛനതിലൊരു വലിയ പങ്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പെൺകുട്ടി എന്നുള്ളത് ഒരിക്കലും ഒരു ലിമിറ്റേഷൻ അല്ല, ഒരു ലിമിറ്റിംഗ് ഫാക്ടർ അല്ല എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അച്ഛൻ. നിവർന്ന് നിൽക്കണം, നമ്മൾ എവിടെയും കൂഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറഞ്ഞ് വളർത്തിയ ഒരു അച്ഛൻ്റെ ഒറ്റ മകളാണ് ഞാനപ്പം. അച്ഛൻ്റെ എല്ലാ
അച്ഛൻ്റെ കൂടുതലും കോൺവെർസേഷൻസും അച്ഛൻ ഓരോ സമകാലിക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും എല്ലാം ഞാനുമായിട്ടായിരുന്നു. അപ്പം അച്ഛൻ എൻ്റെ ഒരു ഡെവലപ്മെൻറ്റിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. നല്ലതോ ചീത്തയോ എന്താണെങ്കിലും ഗൗരി എന്ന് പറഞ്ഞ വ്യക്തിയിൽ അച്ഛന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പേജ് തുടങ്ങിയത് തന്നെ അച്ഛൻ പോയൊരു ലോകത്ത് എനിക്ക് പിന്നെ ഞാൻ കണ്ട കാഴ്ചകൾ പറയാൻ ആരും ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ അച്ഛനോട് പറയുന്ന പോലെ ഞാൻ ചെയ്തു തുടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഇത്തരത്തിൽ ആൾക്കാർ കണ്ടു, സ്വീകരിച്ചു. അത് ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിന് പിന്നിലും അച്ഛൻ തന്നെയാണുള്ളത്. പല ടൈപ്പ് യാത്രകളുണ്ടല്ലോ, സൈറ്റ് സീയിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഫുഡ് പറഞ്ഞില്ലേ, ഫുഡ് തപ്പി പോകുന്ന യാത്രകൾ ഉണ്ടാവും. അപ്പൊ ഗൗരിക്ക് അങ്ങനത്തെ ഫുഡ് തപ്പി ഏതെങ്കിലും യാത്രകൾ പോയിട്ടുണ്ടോ? എനിക്ക് ആക്ച്വലി ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ യാത്രികരെ നമുക്ക് ഒരിക്കലും ഒരു ബോക്സിൽ ഇടാൻ പറ്റില്ല. അതായത് ട്രക്കിംഗ് മാത്രമാണ് യാത്ര, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈറ്റ് സീയിങ് മാത്രമാണ് യാത്ര, അല്ലെങ്കിൽ പാക്കേജ് എടുത്ത് പോകുന്നതാണ് യാത്ര, സോളോ ട്രാവലിംഗ് ആണ് യാത്ര. എല്ലാം യാത്രയാണ് ഇല്ലേ? ഇതിൽ നമുക്ക് ഒരു പടി ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ കാണും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് വളരെ അലൈവ് ആയിട്ടുള്ള സിറ്റീസ് ഉണ്ടല്ലോ. അതായത് ഞാനീ പറയുന്നത് ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളല്ല, ഒരു ഹിസ്റ്റോറിക്കലി കുറച്ചുകൂടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. അതായത് ഇപ്പം ലക്നൗ പോലത്തെ സ്ഥലങ്ങൾ, വാരാണസി പോലത്തെ സ്ഥലങ്ങൾ. അതായത് കുറേ കൂടെ പഴമയുള്ള ഒരുപാട് മനുഷ്യർ, ഒരുപാട് തലമുറകൾ ജീവിച്ച് തീർത്ത സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അതേപോലെ ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളത്, അതായത് ഈ പറഞ്ഞ പോലെ ഖജുരാഹോ, അജന്ത എല്ലോറ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോകാനും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളോട് എനിക്കൊരു പ്രത്യേക മമത എല്ലാ കാലത്തും ഉണ്ട്. അതേപോലെ ഈ പറഞ്ഞ പോലെ മുഗൾ ആർക്കിടെക്ചർ ഉള്ള സ്ഥലങ്ങൾ. എനിക്ക് പൊതുവേ ഇന്നലകളോട് ഇഷ്ടക്കൂടുതലുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, മനുഷ്യർ, ഇപ്പം നമ്മൾ ഈ കാണുന്നൊരു കാര്യത്തിന് പിന്നിലുള്ള എഫേർട്ട്, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കഥ, ഇതെല്ലാം അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു ആഗ്ര ഫോർട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഈ ആഗ്ര ഫോർട്ടിൽ നിന്ന് ഈ ഷാജഹാൻ ചക്രവർത്തിയെ ബന്ധനസ്ഥനാക്കിയ സമയത്ത് അദ്ദേഹം താജ്മഹൽ കണ്ടുകൊണ്ടിരുന്നൊരു വിൻഡോ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഷാജഹാൻ ചക്രവർത്തിയുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആണ് ഞാൻ യാത്രകളെ വളരെ പേഴ്സണലൈസ് ചെയ്ത് സമീപിക്കുന്ന കൂട്ടത്തിലാണ്. അതിനൊപ്പം തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ഥലത്തെ ഭക്ഷണം അറിയുക എന്നുള്ളത്. നമ്മുടെ കയ്യിലൊരു 10 ദിവസം സമയമുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലം അറിയാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് അവിടുത്തെ ഭക്ഷണവും അറിയുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ചായക്കടകളിൽ നടക്കുന്ന അത്രയും ചൂടുള്ള ചർച്ചകൾ വേറെ എവിടെയെങ്കിലും നടക്കാറുണ്ടോ? അതേപോലെയാണ് ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും ഈ ധാബകളാണെങ്കിലും ശരി, ഇതൊക്കെ സത്യം പറഞ്ഞാൽ കൾച്ചറൽ ഹബ്ബുകളാണ്. ഒരു സ്ഥലം അറിയുമ്പോൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ അറിയുമ്പോൾ, അത് വന്ന വഴികൾ അറിയുമ്പോൾ, അവിടുത്തെ മനുഷ്യരെ അറിയുമ്പോൾ, സത്യം പറഞ്ഞാൽ ആ സ്ഥലത്തിനെ നമ്മൾ വളരെ വ്യക്തിപരമായും വൈകാരികമായും ആ സ്ഥലത്തോട് നമുക്കൊരടുപ്പം നമ്മൾ പോലും അറിയാതെ ഉണ്ടാകും. അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് യാത്രയാണ് എനിക്ക് കൂടുതലുള്ളത്. ഭക്ഷണം തേടി ഞാൻ പോയ യാത്രകളുമുണ്ട്, ഈ പറഞ്ഞ പോലെ സ്മാരകങ്ങളും എല്ലാം തേടിപ്പോയ യാത്രകളും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ജോണ്ടർ ഓഫ് ട്രാവൽ എന്ന് പറയുന്നത്. ഗൗരിയുടെ കാഠ്മണ്ഡു സീരീസ് തൊട്ട് ഗൗരിയുടെ ഫോളോവറാണ് ഞാൻ. എനിക്കത് പിന്നെ നമ്മുടെ ചെട്ടിനാട് കണ്ടു, പിന്നെ നമ്മളുടെ കൊൽക്കത്ത, ഭോപ്പാൽ, അങ്ങനെ ഒരുപാട് എല്ലാം ഞാനിരുന്ന് വളരെ ആകാംക്ഷയോടെയാണ് ഈ ഗൗരിയുടെ ട്രാവൽ സ്റ്റോറീസ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ ഗൗരിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു യാത്ര, സ്പെഷ്യൽ ആയിട്ടൊരു യാത്ര ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഏതായിരുന്നു? സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാലത്തും വാരാണസിയാണ്. വാരാണസി കഴിഞ്ഞുള്ളൂ എനിക്ക് വേറെ എന്തൊരു സ്ഥലം. എൻ്റെ ഒരു അമ്മ വീട് പോലൊരു സ്ഥലമാണ് വാരാണസി. വാരാണസിക്ക് അതായത് ജീവിതത്തിൽ ഇനി ഒരു സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാനത് വാരാണസി ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അത് എൻ്റെ സോളോ ട്രിപ്പ്, എൻ്റെ ആ ഒരു ജേർണി തുടങ്ങുമ്പോൾ ഞാൻ പോയ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് വാരാണസിയാണ്. നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രിപ്പ് വാരാണസിയാണ്. അപ്പോൾ വാരാണസി ഞാൻ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പല കഥകളും പറഞ്ഞു. അതുപോലെ ഒറ്റയ്ക്ക് പോയാൽ ഇന്നിപ്പോൾ വാരാണസി കുറെ കൂടെ പോപ്പുലറാണ്. ഇൻസ്റ്റാഗ്രാം വഴിയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയും വാരാണസിയെക്കുറിച്ച് ഒരുപാട് റീലുകൾ ഈ പറഞ്ഞ പോലെ വരുന്നത് കൊണ്ട് തന്നെ വാരാണസി വളരെ അപ്രോച്ചബിൾ ആണ്. ഞാൻ പോകുന്ന സമയം കോവിഡ് കഴിഞ്ഞ ആ ഒരു സമയമായിരുന്നു. അപ്പം പോക്കറ്റ് അടിക്കാരുടെ വാരാണസി നിങ്ങൾ പോയി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പോയവർ തന്നെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ തന്നെ. പക്ഷെ ഞാൻ കണ്ണും പൂട്ടി പുറപ്പെട്ടൊരു യാത്രയായിരുന്നു. കാര്യം എന്നെ ഈ ഒരു 12ാമത്തെ വയസ്സ് തൊട്ട് എന്നെ വിളിക്കുന്നൊരു സ്ഥലമാണ് വാരാണസി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ സത്യജിത് റേയുടെ അപരാജിതോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ വാരാണസിയാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. അവിടുത്തെ അഖാഡകളും ഗുസ്തിക്കാരെ എല്ലാം കാണിക്കുന്നുണ്ട്.
ഞാൻ ആ ഗുസ്തിയുടെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വാരാണസി എൻ്റെ മനസ്സിൽ അന്ന് കയറി കൂടിയതാണ്. അപ്പം ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പോയി, കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പോയി. എനിക്ക് പിന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടുള്ളത്, അതായത് എനിക്ക് എല്ലാ വർഷവും ഞാൻ വാരാണസിയിൽ പിന്നീട് പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ നാട്ടിലുള്ളതിനെക്കാട്ടി പരിചയക്കാരെനിക്ക് വാരാണസിയിലുണ്ട്. അവിടുത്തെ ചായക്കടക്കാരെ എനിക്കറിയാം, അവിടെ സിൽക്ക് വിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, അവിടുത്തെ ചാട്ട് വിൽപ്പനക്കാരെ എനിക്കറിയാം, അവിടുത്തെ ഓരോ ഗലികളും എനിക്ക് ഓരോ കഥ തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ല ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് വാരാണസി. അപ്പോൾ എന്നും വാരാണസിക്ക് ഒരു പ്രത്യേക സ്ഥാനം എൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഗൗരി. അപ്പോൾ അതിൽ തന്നെ വാരണാസിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞല്ലോ. അപ്പം വാരണാസി എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മണികർണിക ഘട്ടാണ്. അപ്പം അവിടെ പോയിരുന്നു, എന്തായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യം പറഞ്ഞോട്ട് ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ആഗ്രഹമാണ് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ജന്മം മുഴുവൻ എടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ചോദ്യത്തിലോട്ട് വരുമ്പോൾ എന്നെ സത്യം പറഞ്ഞാൽ ഒരു 180 ഡിഗ്രിയിൽ മാറ്റിമറിച്ച സ്ഥലമാണ് മണികർണിക ഘാട്ട് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് മണികർണിക ഘാട്ടിൽ പോകുന്നത് 2020 ആ കോവിഡ് കഴിഞ്ഞ ആ ഒരു ഗ്യാപ്പിനാണ് ഞാൻ മണികർണികയിൽ പോകുന്നത്. അപ്പോൾ അതുവരെ ഭയങ്കര വൃത്തിബോധമുള്ള, ഞാൻ യാത്ര ചെയ്യുമെങ്കിലും ഭയങ്കര വൃത്തിബോധമാണ്. ഞാൻ വെറ്റ് വൈപ്പൊക്കെ കൊണ്ടിട്ട് തുടച്ചിട്ടൊക്കെ ഞാൻ ഇരിക്കത്തുള്ളൂ. ഇങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ വൃത്തിബോധത്തെ ഭയങ്കരമായിട്ട് മാറ്റിക്കളഞ്ഞൊരു സ്ഥലമാണ് മണികർണിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ ചെത എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ആളുകൾ മാറി നിന്ന് ചായയും സമോസയും കഴിക്കും, യാതൊരു വികാരവും ഇല്ലാതെ. നമ്മുടെ ഗ്രീഫിനെ കുറിച്ചുള്ള സങ്കല്പം, മരണത്തെക്കുറിച്ചുള്ള സങ്കല്പം, മരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് വാരണാസിക്കാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മണികർണികയിലുള്ള ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവർ. അവർക്ക് ജീവിതത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് മരണം, ഒരു സൈക്കിൾ ഓഫ് ലൈഫിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അവർ വാരണാസി മരണത്തെ സമീപിക്കുന്നത്. അപ്പം മണികർണിക ഘാട്ട് ആദ്യം പോയപ്പോൾ എനിക്കൊരു ഭയങ്കര കൾച്ചറൽ ഷോക്കായിരുന്നു. നമ്മൾ കാണും മണികർണിക ഘാട്ടിൻ്റെ മുമ്പിലുള്ള ആ ഗംഗാനദിയിൽ നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ കൊഴുപ്പിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പാതി വെന്ത ശരീരം, കോഴികൾ കൊത്തുന്നത് കാണാൻ പറ്റും, നായ്ക്കൾ കഴിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മളൊക്കെ വളരെ സേക്രഡായിട്ട് കരുതുന്ന ക്രമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൻ്റെ മറ്റൊരു സൈഡ് നമ്മൾ സത്യം പറഞ്ഞാൽ മണികർണിക ഘാട്ടിൽ വരുമ്പോൾ കാണും. അപ്പോൾ ഇവിടെ ഈ സംസ്കരിക്കുന്നത് ഡോംരാജ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഡോംരാജ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി അല്ല, ഡോം എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ്. ഈ ഡോമുകളുടെ തലവനാണ് ഡോംരാജ്. ഇപ്പോഴത്തെ വാരണാസിയുടെ ഡോംരാജിന് കൂടിപ്പോയൊരു 20 വയസ്സാണ്. 18-20 വയസ്സേ കാണത്തുള്ളൂ. ഞാൻ പോയ സമയത്ത് അവന് കൊച്ചുകുട്ടിയാണ്, 10-13 വയസ്സുള്ള കുഞ്ഞാണ്. ക്രിമേഷന്റെ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഡോംരാജിന്റെ പെർമിഷൻ വേണം നമുക്ക് ക്രമേറ്റ് ചെയ്യാൻ. അതൊരു ചിട്ടയാണ് വാരണാസിയിൽ. അതുപോലെ നമ്മൾ ചെതയെടുക്കുന്ന ആ തീയ എടുക്കുന്നത് അവിടെ ഈ ഡോമുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു തീ കത്തുന്നുണ്ട്. അതൊരുപാട് വർഷം, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള തീയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് തീയെടുത്ത് പകർന്നാണ് നമ്മൾ ചെത കത്തിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ ബന്ധുക്കളെല്ലാം ഇരുന്ന് വാവിട്ട് കരയുന്നുണ്ടായിരിക്കും. അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയായിരിക്കും. അപ്പുറത്തുനിന്ന് മനുഷ്യർ സ്വറയും പറഞ്ഞ് പത്രം വായിക്കുന്നുണ്ടായിരിക്കും, ചായ കുടിക്കുന്നുണ്ടായിരിക്കും, ചാരായം കുടിക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുകയും ചെയ്യും. മരണത്തിൻ്റെ 2 സൈഡുകൾ നമ്മൾ സത്യം പറഞ്ഞാൽ വാരാണസിയിൽ വരുമ്പം കാണും. വാരാണസിയിൽ വെച്ച് മരിച്ചാൽ പുണ്യമാണ്, ഗംഗാജലം ചുണ്ടിലിറ്റിച്ചാൽ പുണ്യമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ധാരാളം വ്യക്തികൾ അവിടെ വരാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ മുക്തിഭവൻ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. മുക്തിഭവൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലോഡ്ജാണ്. എ ലോഡ്ജ് വെയർ യു കം ടു ഡൈ. 2 ആഴ്ച നമുക്ക് മുക്തിഭവനിൽ താമസിക്കാം പ്രായമായ ഒരു വ്യക്തിക്ക്. ഈ 2 ആഴ്ചക്കകം മരിക്കുന്നില്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യണം. പിന്നീട് എപ്പോഴെങ്കിലും അവിടെ ഒരു ഒഴിവ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഈ മുക്തിഭവൻ നടത്തുന്ന ദാദായ്ക്ക് പുള്ളി പറയും, അതായത് എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അയാൾ മരിക്കുകയോ ഇല്ലയോ എന്ന്. അതായത് ബൈ എക്സ്പീരിയൻസ് വരുന്നൊരു സംഭവമാണ്. 15,000-ഓളം മരണങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞു. ഈ മരിക്കുന്നവരെ അവർ കൊണ്ടുപോയി ദഹിപ്പിക്കും, ഗംഗാജലം കൊടുത്ത് ദഹിപ്പിക്കും. അപ്പോൾ ഈ മുക്തിഭവനിൽ ബന്ധുക്കൾക്കും വേണമെങ്കിൽ വന്ന് താമസിക്കാം. മിനിമൽ സൗകര്യങ്ങളേ ഉള്ളൂ. നമ്മൾ 20 രൂപ കറണ്ട് ചാർജിന് വേണ്ടി കൊടുക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇവർ പറയുന്ന പല കഥകളും ഒക്കെ ഭയങ്കര നമ്മൾ വളരെ ഫാസിനേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. ഒരു അപ്പൂപ്പൻ വന്ന് കിടന്നിട്ട് പുള്ളി 3-4 വട്ടം ഈ 2 ആഴ്ച ഗ്യാപ്പിൽ വന്ന് കിടക്കുക, മരിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കൊരു തോന്നൽ, പുള്ളിക്കൊരു കടമുണ്ട്, അത് തീർക്കാതെ പുള്ളിക്ക് മരിക്കാൻ സാധിക്കില്ല എന്ന് പുള്ളിക്കൊരു തോന്നൽ. എന്തോ സ്വത്തിൻ്റെ എന്തോ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് അനിയനെ തമ്മിൽ വർഷങ്ങളായിട്ട് സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അനിയനെ വിളിച്ചു. അനിയനും ഇതേപോലെ പ്രായമായൊരു മനുഷ്യൻ വന്നു. ഇവർ തമ്മിൽ സംസാരിച്ചു, കരഞ്ഞു.
നെക്സ്റ്റ് ഡേ ഇദ്ദേഹം മരിച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ മരണത്തെ വളരെ ഫിലോസഫിക്കലായിട്ട് സമീപിക്കാൻ സത്യം പറഞ്ഞാൽ വാരാണസിയിൽ ഒരിക്കലെങ്കിലും പോകണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കാണുന്നൊരു രീതിയല്ല എന്ന് പറയില്ലേ, അതായത് ജീവിതത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണ് മരണം എന്നുള്ള രീതിയിലാണ്. അത്രയധികം നോർമലായിട്ട് നമ്മളൊരു ചായ കുടിക്കുന്ന പോലെ കാണുന്നൊരു സാധനമാണ് മരണം എന്നുള്ളൊരു ഫിലോസഫിയിൽ നമ്മൾ എത്തിച്ചേരും. അതവിടെ പോകുമ്പോഴേ മനസ്സിലാവും. ഇതെല്ലാം കണ്ടാലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് ആ ഗ്രീഫിൽ നിന്ന് പുറത്തു വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. എന്നിരുന്നാൽ പോലും മരണത്തെ ഇങ്ങനെയാണ് കണ്ടിരിക്കേണ്ടത് എന്ന് നമുക്ക് വാരാണസി പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് പലർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് ആണല്ലോ. ഒരു ഇപ്പം ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിരിക്കും, അല്ലെങ്കിൽ ആളുകളോട് ഇങ്ങനെ പറയാനായിരിക്കും ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ യാത്രേനെ ഒരു 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 ഇമോഷണൽ അപ്രോച്ച്, അല്ലെങ്കിൽ ഒരു വൈകാരികപരമായിട്ടാണല്ലോ ഗൗരി കാണുന്നത്. അതെന്താണ് അങ്ങനെ? കാരണം ഗൗരിയുടെ ഓരോ റീലിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഒരു യാത്രകളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഗൗരിക്കുള്ള പോലെ തോന്നുന്നുണ്ട്. അതെന്താണ് അങ്ങനെ വരുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് വെച്ച് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ. അതുപോലെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി അല്ല എൻ്റെ യാത്ര തുടങ്ങിയത്. ഞാൻ അതിനു മുമ്പേ എൻ്റെ കയ്യിലുള്ള കുറേ വീഡിയോസ് ഞാൻ ഇടുന്നു എന്നുള്ളത് മാത്രമല്ല, അതിന് മുൻപേ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ യാത്രകളെ ഇത്തരത്തിൽ വൈകാരികമായി സമീപിക്കാനുള്ള കാരണം മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാനൊരു വികാരജീവിയാണ്. എനിക്ക് പൊതുവെ വളരെ സെൻസിറ്റീവ് ആണ് ഞാൻ. അപ്പോൾ ഞാനൊരു കാര്യം കാണുമ്പോൾ അതിലെ ഈ സോഷ്യോ പൊളിറ്റിക്കൽ ആംഗിളിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ ചിന്തിക്കാറുള്ളത് എൻ്റെ ഒരു ഇമോഷണൽ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഗ്വാളിയർ ഫോർട്ടിൽ പോകുമ്പോൾ അവിടെ ജോഹർ നടന്നൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഇപ്പം വെള്ളം നിറഞ്ഞ് അതിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കുപ്പികളായിട്ട് വളരെ മലിനമായിട്ട് വളരെ നോക്കാനും കാണാനും ആളില്ലാത്ത സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്, ഭഗവാനെ, ഇതിലേക്ക് ഇറങ്ങിയ സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം എനിക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ മേക്കപ്പ് പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. നമ്മളിപ്പം വാരാണസിയിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ വാരാണസി ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ മനുഷ്യരുടെ. നമ്മൾ കുറച്ച് നേരം ഒരു കാട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നറിയോ? ഒരു ബോട്ടുകാരൻ വന്ന് നമ്മുടെ അടുത്ത് ഒരു 10 ബോട്ടുകാർ വന്ന് റൈഡിന് പോകുന്നു എന്ന് ചോദിക്കും, ബോട്ട് റൈഡിന് പോകുന്നു. ഇതേ ഇവർ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തോട്ട് മാറി നിന്ന് ഒന്ന് മുറുക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ ചെയ്യുന്ന കാണാം. കുറച്ച് കഴിയുമ്പോൾ ചിലർ മാഗ്നറ്റും കൊണ്ടിറങ്ങും. നമ്മുടെ ചില്ലറയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാട്ടിന്റെ സൈഡിൽ നിന്ന് കിട്ടുമോ, ആൾക്കാർ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് പറഞ്ഞ് ഇതേ ആൾക്കാരെ തപ്പി നടക്കുന്നതാണ്. അപ്പൊ നമ്മള് ഈ ഒരു വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മളൊരു 2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും അയാളുടെ ആക്ടിവിറ്റിയെ ചുറ്റിത്തിരിഞ്ഞ് അയാളുടെ ജീവിതവും അയാളുടെ സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. മനുഷ്യൻ, ഹ്യൂമൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഞാൻ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല ലക്ഷ്മി ജീവിക്കുന്നത്. എനിക്ക് കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളായിരിക്കില്ല ലക്ഷ്മിക്ക് കൗതുകം ഉണർത്തുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തും എന്താണ് മറ്റൊരാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ എന്താണ് അയാളിൽ കൗതുകം ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അയാൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നത്, അതെന്നെ എല്ലാ കാലത്തും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ യാത്രകളിൽ മനുഷ്യരെ പരിചയപ്പെടുമ്പോഴാണെങ്കിലും ശരി, എന്തെങ്കിലും കോട്ടകൊത്തളങ്ങൾ കാണുമ്പോഴാണെങ്കിലും ശരി, ഇതിന് പിന്നിലുള്ള വികാരം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ളൊരു ഒരു ത്വര ഭയങ്കരമായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ അവിടെ ആ ഒരു സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് ശരിക്കും അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ആളുകളുടെ നിലവിളികളും അവരനുഭവിച്ച ഇമോഷണൽ ഡിസ്ട്രെസ്സും ഭയവും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ബീങ് സെൻസിറ്റീവ് ഒരേ സമയത്ത് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു ശാപവുമാണ്, ചില സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സെൻസിറ്റീവ് ആയിരിക്കുക എന്നുള്ളത്. ഞാൻ ഒരിക്കലും എന്നിൽ നിന്ന് പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ട്രേറ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ സെൻസിറ്റീവ് ആണെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ ടിപ്പിക്കലായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഗൗരിയുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായിട്ട് കുറച്ച് വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പം ഈ ഗുസ്തിയുടെ ഒരു വീഡിയോ ചെയ്തില്ലേ, അത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഗൗരിയുടെ പേജിലാണ് ഞാൻ അത് കാണുന്നത്. വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കാണുന്നത് ഗൗരിയുടെ പേജിലാണ്. അപ്പൊ ആ വില്ലേജ് ഒക്കെ കണ്ടുപിടിക്കുക അതെങ്ങനെയാ? നമ്മള് ഗുസ്തിയുടെ വീഡിയോ ആയിട്ട് പെർട്ടിക്കുലറായിട്ട് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അപരാജിതോ മൂവി കണ്ടപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫയൽമാൻ ഈ പറഞ്ഞ പോലെ ഗത എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് അതിന്റെ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത്. അപരാജിതോ സിനിമയുടെ വാരണസിയുടെ ഓപ്പണിംഗ് ഷോട്ട് അതാണ്.
അന്ന് എൻ്റെ തലയിൽ കയറിക്കൂടിയ കാര്യമാണ് വാരണാസിയിലെ അഖാഡകളുണ്ട്, അല്ലെങ്കിൽ ഗുസ്തിക്ക് പ്രശസ്തമാണ്. പിന്നീട് പല സമയത്തും പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പം പല അഖാഡകളിലും പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സ്ഥലത്തെ നല്ല രീതിയിൽ അറിയണമെങ്കിൽ നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ റീലുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ സത്യം പറഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തെ അറിയുന്നതിന് കുറച്ച് പരിമിതികളും ഉണ്ട്. ഒരു സ്ഥലത്തെ അറിയണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ അതിനെക്കുറിച്ച് മെനക്കെട്ടിരുന്ന് റിസർച്ച് ചെയ്താലേ അതിൻ്റെ ഈ ഓഫ് ബീറ്റ് ആസ്പെക്റ്റുകളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അത് ചിലപ്പോൾ ഗൂഗിളിൽ കാണണം എന്നില്ല. അപ്പോൾ അതിന് എന്നെ വളരെയധികം എൻ്റെ വായന സഹായിച്ചിട്ടുണ്ട്. പല കാലങ്ങളിൽ പല സ്ഥലങ്ങളെക്കുറിച്ച് വായിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ നമ്മൾ ഫീഡ് ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒന്ന്. രണ്ട്, നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ ഒരു ലോക്കലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളെ അവർ ചില സ്ഥലങ്ങളിൽ എത്തിക്കും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ പോലും അറിയാതെ ഞാൻ ചില സ്ഥലങ്ങളിൽ അവിടുത്തെ ആളുകൾ മൂലം വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. അത് ഒരു നിമിത്തമാണ്, അതൊരു ഭാഗ്യമാണ്. എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കത് കാണാൻ യോഗമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ എത്തിപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൊൽക്കത്തയിൽ ഒരു നാഷണൽ എക്കണോമിക് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് കടയുണ്ട്. അത് അവിടുത്തെ ഒരു ദാതയായിട്ട് സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ, അങ്ങേര് 70-75 വയസ്സുണ്ട്, ആ മനുഷ്യൻ പറഞ്ഞ് അയാളുടെ കൂട്ടുകാരുമായിട്ട് അയാൾ അടകൾ കൂടിയിരുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞ് ഞാൻ എത്തിയ ഒരു കടയാണത്. അപ്പോൾ ഇത്തരത്തിൽ വന്നു വീഴുന്ന ഭാഗ്യങ്ങളും ഉണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വായിച്ച് മനസ്സിൽ വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇതുകൂടാതെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്നത് 2 വീലറിലാണ്. അതായത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സെൻട്രൽ പോയിന്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഞാനൊരു 2 വീലർ വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ആ 2 വീലറിൽ യാത്ര ചെയ്യും. അപ്പം നമ്മൾ വഴിയിൽ ഒരുപാട് കാഴ്ചകൾ കാണും. ആ കാഴ്ചകൾ അവിടെ നിന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയും പുതിയ പുതിയ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 3 രീതിയിലാണ് ഈ പറഞ്ഞ പോലെ സാധാരണ കാണാത്ത കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. പിന്നെ പൊതുവെ ഉള്ള ട്രാവലേഴ്സിൻ്റെ വീഡിയോസിൽ ഞാൻ ഈ ഭോപ്പാൽ അധികം ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഭോപ്പാൽ ട്രാജഡിയുടെ അവിടെ ചെന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഭോപ്പാൽ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്യാം, അതോ റാൻഡം ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്ന വഴി ഭോപ്പാലിലെത്തി അങ്ങനെയാണോ? അല്ല, ഞാൻ പൊതുവെ ഒരു സ്റ്റേറ്റ് ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ ട്രാവലിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ആദ്യം ഒരു സ്റ്റേറ്റ് തിരഞ്ഞെടുക്കും. ആ സ്റ്റേറ്റ് തിരഞ്ഞെടുത്തിട്ട് അവിടെ ഞാൻ ഉള്ള സെൻട്രൽ പോയിന്റ്സ് എനിക്ക് കാണും. ഇപ്പം മധ്യപ്രദേശ് എടുക്കുകയാണെങ്കിൽ എനിക്കത് സെൻട്രൽ പോയിന്റ്സ് ആയിട്ട് തോന്നുന്നത് ഇൻഡോറും ഭോപ്പാലും ആയിരുന്നു. പിന്നെ എനിക്ക് ഖജുരാഹോയിലും പോകണം എന്നുണ്ടായിരുന്നു. അവിടുന്ന് ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എനിക്ക് ഭോപ്പാൽ എന്ന് എൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഭോപ്പാൽ. കാരണം തീർച്ചയായിട്ടും ഞാൻ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ച സമയത്ത് നമ്മളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഭോപ്പാൽ. അതെ, ചെർണോബിൽ ദുരന്തം കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പേര് യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഭോപ്പാലിന്റെ ഇൻസിഡന്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പൊ ആ സ്ഥലം എങ്ങനെ ഇരിക്കുന്നു? കാട് കയറിയോ അതോ എല്ലാം അവർ തുടച്ചു നീക്കിയോ? എന്തായാലും എൻ്റെ മനസ്സിൽ, എൻ്റെ സങ്കല്പത്തിലുള്ളൊരു ഭോപ്പാൽ ഉണ്ട്, എൻ്റെ മനസ്സിലൊരു ഭോപ്പാൽ കിടപ്പുണ്ട്. അതുമായിട്ട് യാഥാർത്ഥ്യം എത്രമാത്രം മാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭോപ്പാലിലെത്തി തപ്പിപ്പിടിച്ച് തന്നെയാണ് ഞാൻ ഈ ഫാക്ടറി സൈറ്റിലെത്തിയത്. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ഒരു റാപ്പിഡോ റൈഡർ ഉണ്ടായിരുന്നു, ഞാൻ മറക്കില്ല, മുകേഷ് ഭയ്യ. ഇങ്ങേര് എന്നെയും കൊണ്ട് ഇവിടം വരെ ചെന്ന് എത്തി. ആളുകളോടൊക്കെ ചോദിച്ചു, പുള്ളിയും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ ചോദിച്ച് അവിടം വരെ കൊണ്ട് എത്തിച്ച് അത് കഴിഞ്ഞ് ഞാൻ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ആ മനുഷ്യൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഈ പോലീസിനെ കണ്ട് നമ്മൾ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പോൾ പോകണം എന്ന് ആഗ്രഹിച്ച് തന്നെ ഞാൻ പോയ സ്ഥലമാണ് ഭോപ്പാൽ ഗ്യാസ് ദുരന്തം നടന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് നമ്മളിപ്പം പറയത്തില്ലേ, പ്രേതാലയം പോലാണ് ഇപ്പോൾ അത് അവിടെ കിടക്കുന്നത്. അപ്പം ഞാൻ ഈ റീല് ചെയ്ത് എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് അവിടുന്ന് അന്ന് നടന്ന ആ ഒരു ചേംബർ മാറ്റുന്നത് തന്നെ. ഇന്നും ഭോപ്പാലിലെ മനുഷ്യർ ഇതിൻ്റെ റിപ്പർക്കഷൻസ് അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരോഗ്യപരമായിട്ട് ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളുള്ളവരുണ്ട്, പല്ലില്ലാത്തവരുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഒരു ട്രാജഡി ഇന്നും നിലനിൽക്കുന്നൊരു സ്ഥലമാണ് ഭോപ്പാൽ. മനുഷ്യർ ഇന്നും അതിൻ്റെ ദുരന്തം പേറിക്കൊണ്ട് തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. അപ്പം അത് കണ്ടത് സത്യം പറഞ്ഞാൽ വളരെ മറക്കാനാകാത്തൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ എല്ലാവരുടെയും ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഖജുരാഹോ. പക്ഷെ ഞാൻ ഈ അധികം വീഡിയോസിലോ അല്ലെങ്കിൽ റീൽസിലോ ഒന്നും ഖജുരാഹോ ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു ഖജുരാഹോയുടെ എക്സ്പീരിയൻസ്? ഖജുരാഹോ സത്യം പറഞ്ഞാല് നമ്മൾ പറയില്ലേ, ടൂറിസം കൊണ്ടൊരു സ്ഥലം ജീവിക്കുക എന്ന് പറയില്ലേ, രസമാണ്. അതായത് ഗ്രാമമാണ് ഖജുരാഹോ. ഖജുരാഹോയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു അഡ്രസ്സ് ഇല്ലെങ്കിൽ ഖജുരാഹോയ്ക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. ഈ ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പെട്രോള് ബ്ലാക്കിന് വെക്കുന്നതും ഒക്കെ കാണുന്നത്. 60 രൂപ നിരക്കിൽ
ഓട്ടോക്കാരൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരാൾ ബൈക്ക് നിർത്തി ഇങ്ങനെ ചോദിക്കും വേണം പെട്രോൾ ഉപയോഗിക്കും. ഉടനെ ഓട്ടോക്കാരൻ തുറക്കും, അത് കൊടുക്കും, 60 രൂപ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഇത് ലാഭം, ഇത് എങ്ങനെ ബ്ലാക്കിന് ഇവർക്ക് കിട്ടുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ബ്ലാക്കിന് പെട്രോൾ കിട്ടുന്നുണ്ട്. അവിടെ പെട്രോൾ ഇങ്ങനെ വളരെ സുലഭമായിട്ട് 60 രൂപ 65 രൂപ നിരക്കിലൊക്കെ കിട്ടും. പിന്നെ ഖജുരാഹോ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. ഒരു ധാരാളം ടെമ്പിളുകൾ ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ഖജുരാഹോ എന്ന് പറയുന്നത്. ഈ ഖജുരാഹോയിൽ നമ്മളെപ്പോഴും ഖജുരാഹോ എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൽ ആംഗിളിൽ മാത്രമാണ് സമീപിക്കാറുള്ളത്. പക്ഷെ അതിനപ്പുറം ഒരു ആർക്കിടെക്ചറൽ മാർവൽ തന്നെയാണ് ഖജുരാഹോ എന്ന് പറയുന്നത്. നേരിട്ട് കാണുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ ഈ പറഞ്ഞ പോലെ അഴകളവുകൾ ഒത്ത സ്ട്രക്ചേഴ്സാണ് ഖജുരാഹോയിലുള്ളത്. നമ്മളവിടെ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു സെക്യൂരിറ്റി പറഞ്ഞൊരു കാര്യമാണ്, എനിക്കത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അവിടെ ഒരു സ്ത്രീയുടെ ഒരു ശില്പമുണ്ട്, വളരെ മനോഹരമാണത് കാണാൻ. പക്ഷേ ആ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്സ് മാത്രം നല്ല സ്മൂത്തായിട്ടിരിക്കും. ബാക്കിയെല്ലാം ആ കല്ല് അതുപോലെ തന്നെ റഫായിട്ടാണ്. പക്ഷേ ഈ പ്രൈവറ്റ് പാർട്സ് ആരോ പോളിഷ് ചെയ്ത പോലെ ഇരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ആ സെക്യൂരിറ്റി തന്നെ പറഞ്ഞ സാധനം, അത് മനുഷ്യർ വന്നിട്ട് ആളുകൾ ഈ ഭാഗം മാത്രം തൊട്ട് തടവിയിട്ട് പോവും. അപ്പം നമ്മൾ ആസ് എ സമൂഹം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു ചെറിയ ഇൻസിഡൻ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഖജുരാഹോ. ഗ്രാമമാണ്, കുട്ടികൾ പഠിക്കുന്നത് വളരെ കുറവാണ്. വളരെ നേരത്തെ എൻ്റെ ഡ്രൈവർ 15ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആളായിരുന്നു. അവിടെ 2 വീലർ കിട്ടില്ല, അപ്പോൾ എനിക്കൊരു ടാക്സി എടുക്കേണ്ടി വന്നു. ആൾ 15ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച മനുഷ്യനാണ്. അപ്പോൾ ഇന്നും ഇതുപോലത്തെ വളരെ നേരത്തെ കല്യാണം കഴിക്കുന്നവരും വിദ്യാഭ്യാസം വളരെ കുറവും, അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വലിയ കോളേജുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഖജുരാഹോയിൽ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു ഐലൻഡിൽ ചെന്നുപെട്ട ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ് ഖജുരാഹോ. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് ഈ പറഞ്ഞ പോലെ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ പഷ്മിന ഷോളുകളുടെ സ്റ്റാളുകൾ കാണാൻ പറ്റും. ഖജുരാഹോ ലിറ്ററേച്ചർ കാണും, കാഫേസ് കാണും. അങ്ങനൊരു സൈഡും ഖജുരാഹോയ്ക്കുണ്ട്. എന്നാൽ ഖജുരാഹോയുടെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ വേറൊരു മുഖമായിരിക്കും കാണുന്നത്. കുഞ്ഞുങ്ങൾ തന്നെ നമ്മുടെ അടുത്ത് വന്ന് എത്രയോ കച്ചവടങ്ങൾ നടത്തുമെന്നറിയാമോ ഖജുരാഹോയിൽ ചെന്ന് കഴിഞ്ഞാൽ. പലർക്കും ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വരെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഖജുരാഹോ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ കാണുന്ന ടൂറിസ്റ്റ് ഹബ്ബ് പോലെ വളരെ ഈ ഹാപ്പനിങ് അല്ല, എന്നാൽ തട്ടിയും മുട്ടിയൊക്കെ ഈ ടൂറിസം കൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനാണ് അവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ ഗൗരിയുടെ യാത്രകളിലൊക്കെ ഫുഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ ഫുഡ് എക്സ്പ്ലോറേഷൻ എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അതായത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചില ട്രാവൽ ഷോസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈവേ ഓൺ മൈ പ്ലേറ്റ് എന്ന് പറയും, റോക്കി ആൻഡ് മയൂർ. ഇതിൽ ഒരാൾ വെജിറ്റേറിയൻ ആണ്, ഒരാൾ നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഈ 2 പേരും കൂടെ ധാബകളിൽ പോയി അവരുമായിട്ട് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ്. മോർ ദാൻ ഭക്ഷണം, അവിടെയുള്ള ഇൻറ്ററാക്ഷൻസ് ആണ് ഏറ്റവും രസമുള്ള സംഭവം. പിന്നെ അതേപോലെ ആന്റണി ബോർഡൻ എന്ന് പറഞ്ഞ ഒരു ഷെഫ് കം ട്രാവലർ ഉണ്ടായിരുന്നു. ഒരുവിധം ട്രാവലിംഗ് കമ്മ്യൂണിറ്റികൾ എല്ലാവർക്കും അറിയാവുന്നൊരു വളരെ സുപരിചിതമായ പേരായിരിക്കും. ശരിക്കും ട്രാവലിങ്ങിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിനെ തന്നെ മാറ്റിമറിച്ച ഒരു മനുഷ്യനായിരുന്നു. ഒരു വെള്ളക്കാരൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട് വളരെയധികം മുൻവിധികളോടെ ഒരു കാര്യത്തെ സമീപിക്കുന്നതിന് അപ്പുറമായിട്ട് ആ ഒരു ലോക്കൽ കൾച്ചറുമായിട്ട് ഇഴചേർന്ന് നിന്നുപോയി അവിടുത്തെ ഭക്ഷണവും മനുഷ്യരെയും എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ഒരു ട്രാവൽ ഹോസ്റ്റായിരുന്നു ആന്റണി ബോർഡൻ. ഈ 2 വ്യക്തികളാണ് സത്യം പറഞ്ഞാൽ ഭക്ഷണവും ഒരു സ്ഥലത്തെ അറിയാൻ അല്ലെ മനുഷ്യരെ അറിയാൻ വളരെ ഇൻറ്റഗ്രൽ പാർട്ടാണ് എന്ന് പഠിപ്പിച്ചു തന്ന 2 വ്യക്തികളെന്ന് പറയാം, 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഒരു ലോക്കൽ ക്യുസീൻ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് നമ്മളോട് തോന്നുന്നൊരു വാംത്ത് ഉണ്ട്. അവർ കുറേ കൂടെ ഓപ്പൺ അപ്പ് ആവും. അവിടെ ഭാഷയുടെ അതിർവരമ്പുകളില്ല, സംസ്കാരത്തിൻ്റെ അതിർവരമ്പുകളില്ല. 2 വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരുന്ന് ഒരേ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രമേ അവിടെയുള്ളൂ. എനിക്ക് ഏറ്റവും മനസ്സിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ പെഹൽവാൻ എന്ന് പറഞ്ഞൊരു കുൽച്ച കടയുണ്ട് അമൃത്സറിൽ. ഈ കുൽച്ച വളരെ ഫേമസ് ആണ്. ഇവിടെ ഒറ്റ സംഭവം കിട്ടത്തുള്ളൂ, കുൽച്ച എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോം ഓഫ് ബ്രെഡ്. നമ്മുടെ നാൻ പോലത്തെ ഒരു ബ്രെഡാണ്. അതിൻ്റെ മേലെ വെളുത്തുള്ളി നല്ലപോലെ തൂകി, പച്ചമുളകും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തൂകി ഇവർ കുൽച്ച നമ്മുടെ മുമ്പിൽ തരും. ഗാർലിക് കുൽച്ച തരും. അതിൻ്റെ കൂടെ ഒരു ചട്നി കാണും, കുറച്ച് സവോളയെല്ലാം അരിഞ്ഞതും കാണും. അപ്പോൾ പക്ഷെ ഇത് കഴിക്കാനായിട്ട് ഈ അമൃത്സറിലെ സകല ആളുകളും ഇവിടെ എല്ലാ ദിവസവും കാണും. വെള്ളക്കാർ കാണും, ടൂറിസ്റ്റുകൾ കാണും, ലോക്കൽസ് കാണും. എപ്പോഴും ഇവിടെ നീണ്ട ക്യൂ കാണും.
കട തുടങ്ങുന്ന സമയം തൊട്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് നല്ല ഓർമ്മയാണ്, എത്ര തിരക്കുണ്ടെങ്കിലും ആദ്യം ആരാ വന്നതെന്ന് അവർക്ക് നല്ല ഓർമ്മയാണ്. അപ്പം ഞാൻ ഇരുന്നത് ഒരു വലിയ പഞ്ചാബി ഫാമിലിയുടെ കൂടെ ഇരുന്നത്. അപ്പോൾ ഇവർ കാര്യങ്ങൾ ചോദിച്ചു. പഞ്ചാബികൾ വളരെ ഓമാണ് പൊതുവെ. കാര്യങ്ങളൊക്കെ ചോദിച്ചു. അമ്മൂമ്മയുണ്ട്, കൊച്ചുമക്കളുണ്ട്. അപ്പം ഞാനിങ്ങനെ പെൽവാൻ കുൽച്ച കഴിക്കാനാണോ, അയ്യോ പെൽവാൻ കുൽച്ച കഴിക്കാനാണോ ഇത്രയും വന്നതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ ഫാമിലിക്ക് ആദ്യം ഇവരെ സെർവ് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ ഈ അമ്മൂമ്മ ഒരു വലിയ കുൽച്ചയുടെ കഷ്ണം എടുത്തിട്ട് ലെ ഖോലെ പുത്തർ ഖോലെ എന്ന് പറഞ്ഞ് എൻ്റെ വായിൽ അത് വെച്ച് തന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഓമായിട്ടുള്ളൊരു അനുഭവം. അതായത് ഒരു 5 മിനിറ്റ് മുമ്പ് അപരിചിതരായ ഒരു കുടുംബം എനിക്ക് എൻ്റെ അമ്മയെക്കാട്ടി സ്നേഹത്തിൽ എന്നെ അവർ ഫീഡ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം തന്നെ അത് വരുന്നില്ല. ഇല്ല കുഴപ്പമില്ല, ഭക്ഷണമല്ലേ, നീ കഴിക്കുന്നതിൽ എന്താ എന്ന് പറഞ്ഞ് അവരെന്നെ ഫീഡ് ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വോമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നമുക്ക് ഇങ്ങനത്തെ കടകളിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഈ ലോക്കലായിട്ടുള്ള എന്താ കൾനറി എക്സ്പീരിയൻസുകൾ വഴി നമുക്ക് കിട്ടും, നമ്മൾ പോലും അറിയാതെ. അപ്പോൾ ഇതാണ് എന്നെ ഇതിലോട്ട് കൂടുതൽ അട്രാക്ട് ചെയ്ത് ഭക്ഷണവും എൻ്റെ യാത്രയുടെ വളരെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് മാറുന്നത് അങ്ങനെയാണ്. പിന്നെ പൊതുവേ ഭക്ഷണപ്രിയയാണ് ഞാൻ. എൻ്റെ അച്ഛനും ഭക്ഷണപ്രിയനായിരുന്നു. അതേ സ്വഭാവം എനിക്കും കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഭക്ഷണം കഴിച്ച് അതിലെ ഇൻഗ്രീഡിയൻസ് വരെ ഏകദേശമൊക്കെ എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഭക്ഷണം വളരെ ഇഷ്ടമാണ്. ഭക്ഷണം തന്നാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും വൃത്തി ഒരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പം ക്ലീൻ ആയിരിക്കുമോ, സേഫ് ആയിരിക്കുമോ എന്നുള്ളത്. നമ്മൾ ഒരു റീലിടുമ്പോഴും പലപ്പോഴും സ്ട്രീറ്റ് ഫുഡ് റിലേറ്റഡ് റീലാണെങ്കിൽ ഒരു 1-2 പേരെങ്കിലും വൃത്തിയുടെ കൺസേൺ അവിടെ പറയാറുണ്ട്. ഞാൻ കഴിച്ചതിൽ വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ് എന്നൊരു സങ്കല്പം അന്വർത്ഥമാക്കിയ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഇൻഡോറാണ്. ഇൻഡോറിൽ ഛപ്പൻ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ പറയുമല്ലോ പൊതുവേ സൗത്ത് ഇന്ത്യൻസിനുള്ളൊരു ഒരു പ്രജുഡിസ് ആണ് നോർത്ത് ഇന്ത്യക്ക് വൃത്തിയില്ല എന്നുള്ളത്. അങ്ങനെയുള്ളൊരു സത്യം പറഞ്ഞാൽ ഈ ഛപ്പൻ ബസാറിലൊന്ന് പോയി നോക്കണം. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ്, സോ കോൾഡ് ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വൃത്തി എല്ലായ്പ്പോഴും വേണം എന്നില്ല. പിന്നെ ഈശ്വരൻ സഹായിച്ച സാമാന്യം ഇമ്മ്യൂണിറ്റിയുള്ളൊരു വയറാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ കഴിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും കഴിക്കണം എന്ന് ഞാൻ തീർച്ചയായിട്ടും ഒരിക്കലും പറയില്ല. ഞാൻ അങ്ങനെ റീലിടുമ്പോൾ ഞാൻ പറയാറുണ്ട് ഈ സ്ഥലത്തിന് ഇത്ര വൃത്തി പ്രതീക്ഷിച്ചാൽ മതി എന്ന് കഴിവതും ഞാൻ പറഞ്ഞു പോകാറുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് സ്ട്രീറ്റ് ഫുഡ് സെർവ് ചെയ്യുന്ന കടകൾ ഇന്ത്യയിലും ഉണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഈ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിലും ഉണ്ട്. അതേപോലെ വൃത്തി കുറവുള്ളതും ഉണ്ട്. ചില കടകൾ ഒട്ടും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കടകളിൽ നിന്ന് ഇപ്പോൾ എത്ര പോപ്പുലർ ആണെങ്കിലും ശരി ഞാൻ കഴിക്കില്ല. കൊൽക്കത്തയിലൊക്കെ അങ്ങനെ 2-3 കടകളിൽ നിന്ന് എനിക്ക് ഇറങ്ങി ഞാൻ കഴിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർ സാമാന്യം നന്നായിട്ട് കഷ്ടപ്പെടണമെന്ന് പറയില്ലേ, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത കടകൾ 2-3 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ അതിഭീകരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ചല്ല ഞാൻ പൊതുവേ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാറുള്ളത്. എനിക്ക് ഇഷ്ടവുമാണ്. വലിയ കുഴപ്പങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുമില്ല സ്ട്രീറ്റ് ഫുഡിൽ നിന്ന്. എനിക്ക് ഉണ്ടായിട്ടുള്ള മേജർ ഫുഡ് പോയ്സണിങ് എല്ലാം വന്നിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള പല കടകളിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹൈജീൻ സ്റ്റാൻഡേർഡ്സും എല്ലാം പുറമേ നിന്ന് നോക്കുമ്പോൾ കീപ്പ് ചെയ്യുന്ന കടകളിൽ നിന്നാണ് എനിക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്ക് പുറമേ നിന്ന് കാണുന്നത് വെച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഹൈജീൻ അളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ. പിന്നെ ഗൗരിയുടെ ഞാൻ ആദ്യം കണ്ട വീഡിയോ ഏതാണെന്നറിയോ, മറ്റേ ചുർപ്പി, നേപ്പാളിലെ. അപ്പം നേപ്പാളിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ചുർപ്പി വീഡിയോ കണ്ട ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു 1000 ഫോളോവേഴ്സ് പോലും ഇല്ല. ആ വീഡിയോ ഭയങ്കര ഹിറ്റ്. അതെ അതെ അതെ, കുറച്ച് ചെറിയായിരുന്നു അത്. അപ്പം ചുർപ്പി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ യാക്കിന്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന ചീസാണ് ചുർപ്പി. ലോകത്തിലെ ഹാർഡസ്റ്റ് ചീസാണ്. നമ്മളിപ്പോൾ നേപ്പാൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് എപ്പോഴും എല്ലാവരും പറയുന്നത് ഒന്നെങ്കിൽ മോമോസ് അല്ലെ തുപ്പ, ടിബറ്റൻ ഫുഡുമായിട്ടാണ് അത് കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നേപ്പാളിൽ ഞാൻ കഴിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ തക്കാളി താലി എന്ന് പറഞ്ഞ വേറൊരു താലിയുണ്ട്. തക്കാളി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ നേപ്പാളിൽ ഗൂർഖ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ തക്കാളികളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ താലിയാണ്. അവർ ഈ പറഞ്ഞ പോലെ എന്താ ചോറിൻ്റെ മേലെ നല്ല ചൂട് നെയ്യ് ഒഴിച്ച് പോർക്കോ അല്ലെങ്കിൽ മീറ്റോ അങ്ങനെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഒരു കറി കാണും. പിന്നെ സാഗ് എന്ന് പറഞ്ഞ ചീരയുടെ ഒരു മെഴുക്കുരട്ടി പോലൊരു സംഭവം കാണും. നമ്മൾ ഇന്ത്യൻസിന് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു താലിയാണത്. പക്ഷെ വളരെ ഫുൾഫില്ലിംഗ് ആണ്, ഭയങ്കര ടേസ്റ്റുമാണ് അവിടുത്തെ ഭക്ഷണത്തിന്. അതേപോലെ തന്നെ അണ്ടാ കീമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നേപ്പാൾ സത്യം പറഞ്ഞാൽ എനിക്ക്
ഭക്ഷണം വെച്ച് ഞാൻ വളരെ അഡ്വഞ്ചറസ് ആയ ഒരു സ്ഥലമായിരുന്നു നേപ്പാൾ. കാരണം പലതരത്തിലുള്ള മീറ്റ് കിട്ടും, പലതരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഈ അണ്ടാ കീമ എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്തപൂർ ദർബാർ സ്ക്വയറിൽ വെറുതെ ഒരു അപ്പൂപ്പനോട്ട് സംസാരിച്ചപ്പോൾ, ലളിത്പൂർ ദർബാർ സ്ക്വയറിൽ ഞാൻ സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞു കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൽ ഈ പറഞ്ഞ പോലെ അണ്ടാ കീമ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അപ്പോൾ എവിടെ കിട്ടുമെന്ന് വെച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എല്ലാ കടകളിലും കിട്ടും എന്നാണ് ഇങ്ങനെ പറഞ്ഞു. ഈ കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ മുഴുവൻ ഞാനൊരു വൈകുന്നേരം കേട്ടെന്ന് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അടിച്ചിട്ടും എനിക്ക് കടകൾ കിട്ടുന്നില്ല. അവസാനം ഒരു പോലീസുകാരുടെ അടുത്ത് ചോദിച്ച് ഈ മനുഷ്യൻ എൻ്റെ ഈ ആഗ്രഹം കണ്ടിട്ട് അങ്ങേര് പലരോട് ചോദിച്ച് ഇവര് ബേസിക്കലി ഇത് ചില കടകൾ ചില വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഞാൻ അറിഞ്ഞു ഭക്തപൂർ ദർബാർ സ്ക്വയറിനോടൊക്കെ ഇഷ്ടംപോലെ കടകളിൽ ഇത് കിട്ടും എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തപ്പിയെടുത്ത് അവസാനം പുള്ളി പറഞ്ഞു ഒരു ചാരായ ഷോപ്പിൽ ഇത് കിട്ടും എന്ന് പറഞ്ഞു. കൗള ഛാ എന്നാണ് ചാരായ ഷോപ്പിന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ കള്ള് ഷാപ്പ് സെറ്റപ്പൊന്നും അല്ല, സ്ത്രീകൾക്ക് ഒരിക്കലും അകത്തിരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പൊന്നും ഇല്ല അവിടെ. അപ്പോൾ പക്ഷെ അവിടുത്തെ ഈ ചേട്ടൻ്റെ മുഖമൊക്കെ കൂടെ നല്ല ചുവന്ന് തുടുത്തിരിക്കും, ചേട്ടന് നല്ല മിനുങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അണ്ടാ കീമ എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഉടനെ തന്നെ ഒരു സ്റ്റൂളൊക്കെ പുറത്തെടുത്തിട്ട് എനിക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി ഈ അണ്ടാ കീമ കൊണ്ടുവന്നു. അണ്ടാ കീമ എന്ന് പറയുന്നത് വളരെ തിൻലി സ്ലൈസ്ഡ് ആയിട്ടുള്ള മീറ്റ് ഒരു പാത്രത്തിലിട്ട് ഉപ്പും കുരുമുളകും മാത്രം സീസൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് സ്റ്റീം ചെയ്തെടുക്കും. ഒട്ടുക്കലത്തെ ടേസ്റ്റാണ് അതിന്. പക്ഷേ ഈ പറഞ്ഞ പോലെ നേപ്പാളിൻ്റെ ഒരു കൾനറി മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ആൾക്കാർ പറയുന്നൊരു ഡിഷ് അല്ല അണ്ടാ കീമ. അതേപോലെ ലുംബിനി ഭാഗത്തായിട്ട് പോയി കഴിഞ്ഞാൽ സാഗ് സുക്കുട്ടി എന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട്. ഈ ചീരയും പോത്തിൻ്റെ ഇറച്ചിയും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അത് അവല് ചേർത്താണ് കഴിക്കുന്നത്. നേപ്പാളികൾ ഒരുപാട് അവൽ ഉപയോഗിക്കും സൈഡായിട്ട്. നമ്മൾ ചോറ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റൊട്ടി എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അവരതുപോലെ അവൽ ഉപയോഗിക്കും. ഈ അവലിലിട്ട് കുഴച്ച് അവരത് കഴിക്കും. അപ്പൊ ഇങ്ങനെ കുറേ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം അല്ലാത്ത ഒരുപാട് കൾനറി ജെംസ് ഉള്ളൊരു സ്ഥലമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. നേപ്പാൾ ശരിക്കും ആസ് എ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഒരു ഫൂഡി ഹെവൻ എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമാണ് നേപ്പാൾ. പിന്നെ ഇന്ത്യയിൽ ഏതാണ് അങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം? ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും അണ്ടർ റേറ്റഡ് എന്ന് തോന്നിയിട്ടുള്ളത് ഒഡീഷയാണ്. ഒഡീഷ സർക്കാരിൻ്റെ ടാഗ് ലൈൻ തന്നെ പല സ്ഥലത്തും ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യാസ് ബെസ്റ്റ് കെപ്റ്റ് സീക്രട്ട് എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാണെന്ന് നമുക്ക് ഒഡീഷയിൽ പോകുമ്പോൾ മനസ്സിലാവും. ഭയങ്കര നല്ല കൾനറി കൾച്ചറാണ്. നമ്മളുമായിട്ട് കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. അവരുടെ ചാക്കുളി പീഠ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പേരിട്ട ഭയങ്കര ഹെവി ആയിട്ട് തോന്നും, പക്ഷെ നമ്മുടെ കൽദോശയുടെ അതേ ടേസ്റ്റാണ്. ഇത് ഇവർ ഗ്രീൻ പീസിൻ്റെ ഒരു കറിയായിട്ട് ഇവർ കഴിക്കും. അതേപോലെ തന്നെ ഒഡീഷയിൽ പഖാലോ ബാത്ത് എന്ന് പറയും. അത് ഇതാണ്, പഴങ്കഞ്ഞിയാണ്. അവർ മീനും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കുറച്ച് സൈഡ് ഡിഷസും ഒക്കെ ആയിട്ടാണ് അവർ കഴിക്കാറുള്ളത്. അത് സമ്മർ ടൈമിൽ വളരെ കോമൺ ആയിട്ട് റെസ്റ്റോറൻറ്റ്സിൽ വരെ കിട്ടുന്ന ഒരു സംഭവമാണ്. പഖാലോ ദിവസ് എന്ന് പറഞ്ഞ അവർക്കൊരു ദിവസമുണ്ട് വർഷത്തിൽ. അവർ പഖാലോ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദിവസമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ റസഗുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കൊൽക്കത്തയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. കൊൽക്കത്ത കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് റസഗുള്ള, അല്ലെങ്കിൽ ബംഗാളി സ്വീറ്റ്സിൻ്റെ കൂട്ടത്തിലാണ് റസഗുള്ള പെടുത്തിയിരിക്കുന്നത്. പഹാലോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പഹാലോ റസഗുള്ള എന്നാണ് പറയുന്നത്. GI ടാഗ് ഉള്ള റസഗുള്ളയാണത്. അത് ഈ പഹാല എന്ന് പറഞ്ഞ ഒഡീഷയിലെ ഒരു ജില്ലയിൽ നമ്മൾ എൻട്രി അടിക്കുമ്പോൾ തന്നെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ കടകളായിരിക്കും ഈ രസഗുള്ളയ്ക്ക് വേണ്ടി മാത്രം. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല രസഗുള്ള പഹാല രസഗുള്ളയാണ്. അത് കഴിഞ്ഞ് എനിക്ക് കൊൽക്കത്ത രസഗുള്ള വരത്തുള്ളൂ. അമിതമായ ഒരു സ്വീറ്റ്നെസ് ഇല്ലാത്ത, മടുപ്പില്ലാത്ത, വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസഗുള്ളയാണ്. നല്ല ചൂട് രസഗുള്ളയാണ് അവരുടെ. ഈ GI ടാഗ് ചൊല്ലി പഹാലയും കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ സർക്കാരും തമ്മിൽ, ഒഡീഷ സർക്കാരും വെസ്റ്റ് ബംഗാൾ സർക്കാരും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. കൊൽക്കത്ത രസഗുള്ള എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു GI ടാഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം കൊൽക്കത്തയിലാണ് രസഗുള്ള വന്നതെന്നാണ് കൊൽക്കത്തക്കാർ അവകാശപ്പെടുന്നത്. പഹാലക്കാരുടെ അതിന് തിരിച്ചുള്ള മറുപടി എന്ന് പറയുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഒരു നേദ്യത്തിൻ്റെ ഒരു പ്രസാദത്തിൻ്റെ ഐറ്റമാണ് പഹാല രസഗുള്ള. അപ്പം അത്രയും പഴക്കമുള്ള ഞങ്ങളാണ് രസഗുള്ള തുടങ്ങിയത്, അത്രയും പഴക്കമുള്ള നേദ്യം കൊടുക്കുന്ന ഞങ്ങളാണ് രസഗുള്ള തുടങ്ങിയതെന്നാണ് പഹാലയുടെ ഇത്. അങ്ങനെ ഒരു തർക്കം ഉണ്ടായി അവസാനം സെറ്റിൽ ചെയ്തത് 2 സ്ഥലങ്ങൾക്കും GI ടാഗ് അനുവദിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒഡീഷ എന്ന് പറയുന്നത്. അത് സീ ഫുഡിന് സീ ഫുഡുണ്ട്, മീറ്റിന് മീറ്റുണ്ട്, സ്വീറ്റ്സിന് സ്വീറ്റ്സ് ഉണ്ട്. വളരെ ലൈറ്റ് ഓൺ ദ സ്റ്റമക്കുമാണ്, ഭയങ്കര ഫ്ലേവർ ബോംസുമാണ് ഒഡീഷയിലെ ഭക്ഷണം.
അപ്പോൾ ഭക്ഷണത്തിനപ്പുറമുള്ള ഒഡീഷ എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ പുരിയുണ്ട്, ആ കൊണാർക്ക്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ടല്ലോ. അങ്ങനെ എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു? ഞാൻ പുരി കൊണാർക്കി പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തു. അതുകൂടാതെ രഘുരാജ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് പുരിക്ക് അടുത്താണ്. ഈ രഘുരാജ്പൂർ ഒരു ഹെറിറ്റേജ് വില്ലേജാണ്. പട്ടചിത്ര എന്നും പറഞ്ഞ ഒരു ആർട്ട് ഫോമാണ് അവിടുത്തെ എൻറ്റയർ വില്ലേജ്. ഈ വില്ലേജിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര രസം കേട്ടോ. ഈ വീടുകളിലെല്ലാം ചുമരുകളിൽ ഇവരിത് വരച്ചിട്ടിരിക്കും. പട്ടചിത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാം ലീഫ് ഇല്ലേ, അതിൽ ഈ പുരാണങ്ങളെല്ലാം വരച്ച് ചേർക്കുന്ന സംഭവമാണ്. ഓർഗാനിക് പെയിൻറ് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഓർഗാനിക് ഡൈ കൊണ്ടാണ് അവർ ഈ പടങ്ങൾ മൊത്തം വരയ്ക്കുന്നത്. നമ്മുടെ മധുബനി പെയിൻറ്റിംഗ് ഒക്കെ പോലെ ഇരിക്കും ഏകദേശം കാണാൻ. അപ്പോൾ ഈ പട്ടചിത്ര പെയിൻറ്റിങ്സ് കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രാമം അത്. ഇതാണ് അവരുടെ കൂടുതലും ആർട്ടിസൻസ് ഈ പടങ്ങളാണ് വരയ്ക്കുന്നത്. ഇവിടെ കൂടെ നടന്നു പോകുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഓരോ വീട്ടിലും ഈ കലാകാരന്മാരാണുള്ളത്. അപ്പോൾ ഇവർ കാര്യങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കും. ഇവരുടെ ചുമരുകളും ഇവരുടെ ജനലുകളും എല്ലാം വളരെ കളർഫുള്ളാണ്. ഒഡീഷയിൽ ഇങ്ങനൊരു സ്ഥലമാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം മെയിൻ സ്ട്രീമിൽ വരേണ്ടത്. സർക്കാർ പറയുന്ന പോലെ തന്നെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒഡീഷ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഒഡീഷ എന്ന് പറയുന്നത്. ഒഡീഷയിൽ തന്നെ ഒനുകുടലി എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്. നെയ്ബറിങ് വില്ലേജാണ്. ആന്ധ്രയുമൊക്കെ ആയിട്ട് നെയ്ബറിങ് വില്ലേജാണ്. ഈ ഒനുകുടലിയിൽ ബൊണ്ട എന്ന് പറഞ്ഞ ട്രൈബുണ്ട്. ഈ ബൊണ്ട ട്രൈബാണ് നമ്മളുടെ ആൻസിസ്ട്രൽ ഹ്യൂമൻസുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ട്രൈബുകളിൽ ഒന്നാണ് ബൊണ്ട. ഇപ്പോഴും നമ്മൾ ജനറ്റിക്കലി പ്യുവറായിട്ടുള്ള ട്രൈബുകളിൽ ഒന്നാണ്. അപ്പോൾ ഈ ബൊണ്ടകൾ വന്ന് ഇറങ്ങുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ഒനുകുടലി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് നടക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഈ ബാർട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ട് അവിടെ. അതായത് ഈ ഒരു ഗ്ലാസ് ചാരായം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നാഴി അരി കിട്ടുക. ഇങ്ങനത്തെ ബാർട്ടർ സിസ്റ്റം അവിടെ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കൾച്ചറലി ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് തരുന്ന ഒരു സ്ഥലമാണ് ഒഡീഷ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ചറലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഭുവനേശ്വർ എന്ന് പറയുന്നത് സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നാണ് പറയുന്നത് തന്നെ. അവിടുത്തെ ലിംഗേശ്വര ടെമ്പിൾ ആണെങ്കിലും എല്ലാം ഭയങ്കര ഭംഗിയാണ്. പുരി ഈ പറഞ്ഞ പോലെ ഈ അവിടുത്തെ ഭഗവാൻ എല്ലാ നേരവും കഴിക്കുന്ന 56 വിഭവങ്ങളാണ്. ഛപ്പൻ ഭോഗ് എന്നാണ് പറയുന്നത്. 56 വിഭവങ്ങൾ ചേർന്നാണ് പുരി ഭഗവാൻ കഴിക്കുന്നത്. പുരി ജഗന്നാഥ് കഴിക്കുന്നത്. അപ്പോൾ ഈ പുരി എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു ഭയങ്കര ക്യാപിറ്റലാണ്. അണ്ടർ റേറ്റഡ് ക്യാപിറ്റലാണ്. ഈ പറഞ്ഞ സ്വീറ്റ്സ്, ഖാജ, മലായി പൂരി, ഇങ്ങനെ ഒരുപാട് സ്വീറ്റ്സ് പുരിയിലെ ജസ്റ്റ് സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടും. കൊണാർക്ക് സൂര്യക്ഷേത്രം ഒരു ആർക്കിയോളജിക്കൽ മാർവലാണ്. അപ്പോൾ എന്തിനും, അതായത് എന്ത് ഇഷ്ടപ്പെടുന്ന ആളെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവ് ഒഡീഷയ്ക്കുണ്ട്. നല്ല ബീച്ചസ് ഉണ്ട്. ബീച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്ക് അങ്ങനെ പോകാം. ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഴയ മോണ്യുമെൻറ്റ്സും കെട്ടിടങ്ങളും കാണുന്നുള്ളവർക്ക് അങ്ങനെ പോകാം. ഭക്ഷണം ഇഷ്ടപ്പെടുന്നവന് അങ്ങനെ പോകാം. ചിലിക്ക എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് അവിടെ. അത് വളരെ ഫേമസ് ആണ്, ചിലിക്ക ലേക്ക്. അപ്പോൾ അങ്ങനെ ഏതൊരു രീതിയിലും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നമ്മുടെ ഇന്ത്യയിലെ ടൂറിസം മാപ്പിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് വരേണ്ട ഒരു സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ഒഡീഷനെ പറ്റി ഇത്രയും പറഞ്ഞല്ലോ, വളരെ അണ്ടർ റേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ വെസ്റ്റ് ബംഗാൾ. അപ്പോൾ കൊൽക്കത്ത പോയിട്ടില്ലേ? കൊൽക്കത്തയുടെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അപ്പം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊൽക്കത്ത ഓവർ റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു യാത്രിക എന്നൊരു പെർസ്പെക്റ്റീവിൽ പറയുമ്പോഴേ ഒരിക്കലും കൊൽക്കത്ത ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ അമ്മോ ഇത് സെറ്റാണ് ഈ സ്ഥലം എന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ഒരു തോന്നൽ ആർക്കും ഉളവാക്കാൻ പറ്റില്ല. കൊൽക്കത്തയെ വെച്ച് ഞാൻ ഒരു കോട്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാനത് ആരുടെയാണെന്ന് ഓർക്കുന്നില്ല. അതായത് ഒരു സോളോ ട്രാവലർ ഒരിക്കലും ആദ്യത്തെ യാത്ര കൊൽക്കത്തയിലോട്ട് പ്ലാൻ ചെയ്യരുത്, പിന്നെ അയാൾക്ക് യാത്ര ചെയ്യാൻ തോന്നത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവം. കാരണം നമ്മൾ അറിയുന്ന കൊൽക്കത്ത, അല്ലെങ്കിൽ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന കൊൽക്കത്ത ഈ പറഞ്ഞ പോലെ ഋതുപർണ ഘോഷും സത്യജിത് റേയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പുസ്തകങ്ങളിലും കമലാദാസിൻ്റെ പുസ്തകങ്ങളിലും ഒക്കെ കൂടെ നമ്മൾ കണ്ട കൊൽക്കത്തയാണ് നമുക്കറിയാവുന്ന കൊൽക്കത്ത എന്ന് പറയുന്നത്. അത് വളരെ റൊമാൻറ്റിസൈസ്ഡ് ആണ്. ആ റൊമാൻറ്റിസിസം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു 4-5 ദിവസം അവിടെ നിൽക്കണം. കാരണം കൊൽക്കത്തയിലെ വ്യക്തികൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ദെയർ ടു വിൻ ദെയർ ഡെയിലി ബ്രെഡ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അവർക്ക് അവിടെ നമ്മുടെ നിന്ന് നമ്മളീ പറഞ്ഞ പോലെ വാരണാസിയിലുള്ള പോലെ ചായ കുടിച്ച് മണിക്കൂർ കണക്കിന് സംസാരിക്കാനൊന്നും അവർക്ക് നേരമില്ല. അവർ ഇൻഹറൻ്റ്ലി പ്ലസൻ്റ് ആയ ആളുകളല്ല. കുറച്ച് സമയമെടുക്കും. ബംഗാളികൾക്ക് കുറച്ച് സമയമെടുക്കും നമ്മളുടെ അടുത്തുനിന്ന് ഒന്ന് വാമപ്പ് ചെയ്ത് വരാൻ. പക്ഷെ അങ്ങനെ വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു സൂപ്പർ സ്ഥലമാണ് കൊൽക്കത്ത. അതിന് സമയമെടുക്കും. നമ്മൾ ഈ കാണുന്ന ഹൈപ്പും റൊമാൻറ്റിസിസവും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു 5-6 ദിവസം വേണ്ടി വരും.
ആ 5-6 ദിവസം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിൽ വൃത്തി വളരെ കുറവാണ്. ഞാൻ പറയണമെങ്കിൽ ആലോചിക്കണം, വൃത്തി വളരെ കുറവാണ്, വളരെ മിനിമലാണ് കൊൽക്കത്തയുടെ വൃത്തി എന്ന് പറയുന്നത്. അതേപോലെ മനുഷ്യർ ഈ പറഞ്ഞ പോലെ ഇൻഹറൻ്റ്ലി പ്ലസൻ്റ് അല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസം കൊണ്ട് നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ തളരരുത്. നമ്മൾ നിന്ന് കണ്ട് ഈ സ്ഥലത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അതിൻ്റെ ഒരു ചാം നമ്മൾ തിരിച്ചറിയും. അതേപോലെ കൊൽക്കത്തയിൽ വയോധികരോട് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. കാര്യം ഇവർ വളരെ വെൽ റെഡാണ്, നന്നായിട്ട് വായനാശീലമുള്ളവരും നല്ലപോലെ ഈ ജീവിതത്തെ വളരെ വളരെ ലളിതമായിട്ട് സമീപിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കൊൽക്കത്തയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ട കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വയസ്സായവരാണ്. അവർക്ക് സമയമുണ്ട്, അവർ നമ്മളോട് സംസാരിക്കും, അവർ ആ ഹസലിൻ്റെ ഭാഗമല്ല. അപ്പം ഇവർ വഴി നമുക്ക് ഒരുപാട് അവർ പൊയ്ക്കൊണ്ടിരുന്ന പഴയ കുറേ രുചിയിടങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പഴയ കുറേ സ്ഥലങ്ങൾ, ഈ പറഞ്ഞ കൊൽക്കത്തയിലെ മേദാൻ വെറുതെ ആളുകൾ ഇരിക്കാൻ പോകുന്നൊരു സ്ഥലമാണ്. പക്ഷേ ആ സ്ഥലത്തിന് അതിൻ്റെതായ ഒരു ചാമുണ്ട്. അപ്പോൾ ഓവർ റേറ്റഡോ അണ്ടർ റേറ്റഡോ എന്നതിനപ്പുറം ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ യു ടു ലവ് കൊൽക്കത്ത. കൊൽക്കത്തക്കാരല്ലെങ്കിൽ നമുക്ക് സമയമെടുത്ത് നമ്മൾക്ക് സ്നേഹം തോന്നുന്നൊരു സ്ഥലമാണ് കൊൽക്കത്ത. പക്ഷേ കൊൽക്കത്തയിൽ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. കുമാർത്തുലി എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പൂജയുടെ സമയത്ത് ദുർഗാദേവിയുടെ ഐഡൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട്. സോനാഗാച്ചി ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്ലഷ് ട്രേഡ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ ആസ് എ ഹ്യൂമൻ നമുക്ക് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്, ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. ഈ സോനാഗാച്ചിയിലെ മുറികളാണ്, ഈ മുറിയുടെ കട്ടിലിൻ്റെ താഴെ നമുക്ക് കുഞ്ഞുങ്ങളിരിക്കുന്ന കാണാൻ പറ്റും. വെറും കേട്ടൻ മാത്രമേ ഉള്ളൂ. ഈ കട്ടൻ മറിയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ താഴെ ഇരിക്കുന്ന കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള നിറമുള്ളതും നിറമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. കൊൽക്കത്ത ഒരു കൾച്ചറൽ എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരിക്കലും പോകരുതെന്ന് ഞാൻ പറയില്ല. പക്ഷേ സമയമെടുക്കും. കൊൽക്കത്ത നമ്മളോട് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് വരാനും കൊൽക്കത്തയെ നമുക്ക് ഇഷ്ടപ്പെടാനും കുറച്ച് സമയമെടുക്കും, അത്രേ ഉള്ളൂ. ഗൗരിനെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ളത് സാരിയിലാണ്. പിന്നെ ഗൗരിയുടെ ഈ ഒരു അപ്പിയറൻസും പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മാധവിക്കുട്ടിയാണ്. അപ്പം മാധവിക്കുട്ടിയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടോ ഗൗരിക്ക്? എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഇത് ഇങ്ങനെ ഒരു കണക്ഷൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് മാധവിക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഫെമിനിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ ഒരു പെൺമയെ അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് സാരികളോടൊരു ഫാസിനേഷനുണ്ട്. എൻ്റെ അമ്മ കോളേജിൽ പഠിപ്പിക്കുന്ന ആളായിരുന്നു, കോളേജ് ടീച്ചറായിരുന്നു, കോളേജ് ലെക്ചറായിരുന്നു. അമ്മ രാവിലെ ഈ സാരി ഉടുത്ത് പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും സേഫ്റ്റി പിൻ തപ്പുന്നതും ചേരുന്ന മാല ഇടുന്നതും പോകുന്നതും എല്ലാം വളരെ ഫാസിനേറ്റഡ് ആയിട്ട് നോക്കിക്കണ്ടുകൊണ്ടിരുന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും വലുതാവുമ്പോൾ ഞാൻ സാരി ഉടുക്കണം എന്ന് കൊച്ചിലേ തൊട്ടേ ആഗ്രഹിച്ചൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ വലുതായി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഹാൻഡ്ലൂംസിൻ്റെ ഒരു വലിയൊരു ശേഖരം നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. കാഞ്ചീപുരം സാരികളാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെട്ടിനാട് കോട്ടൺ ആണെങ്കിലും മധുരൈ സാരികളാണെങ്കിലും ബനാറസി സാരികളാണെങ്കിലും നമ്മൾ ഒഡീഷയിലെ സമൽപുരി സാരീസ് ആണെങ്കിലും ഇഷ്ടം പോലാണ് ഇന്ത്യയിൽ ഹാൻഡ്ലൂംസ് ഉള്ളത്. അതും നമ്മളെ സത്യം പറഞ്ഞാൽ നേരിട്ട് പോയി ഇവരുടെ ആ എഫേർട്ട് കണ്ട് ഇവരുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്ന, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പറ്റിക്കപ്പെടുകയാണ്. നേരിട്ട് ഈ ഹാൻഡ്ലൂം ചെയ്യുന്ന ആർട്ടിസൻസ് പറ്റിക്കപ്പെടുകയാണ്. അവർക്ക് തുച്ഛമായ വില ഹോൾസെയിൽ നിരക്കിൽ കൊടുത്തിട്ടാണ് നമ്മുടെ ഇവിടെയൊക്കെ വലിയ വലിയ നിരക്കിൽ ബുട്ടീക്ക് സാരികളൊക്കെ വിൽക്കുന്നത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, അവർക്ക് അർഹിക്കുന്ന, അവരുടെ എഫേർട്ടിന് അർഹിക്കുന്ന വില അവർക്ക് കിട്ടേണ്ടതാണ്. ഒരു സത്യം നമ്മൾ ചിക്കൻ കാരിയൊക്കെ സത്യം പറഞ്ഞാൽ 2000-3000 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ ഒരു ചെറിയ ചിക്കൻ കാരി കുർത്ത കിട്ടണമെങ്കിൽ വരെ. പക്ഷേ ലക്നൗവിൽ സത്യം പറഞ്ഞാൽ വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ചിക്കൻ കാരി കുർത്തകൾ കിട്ടും. അത് അപ്പോൾ ഇങ്ങനെ ഈ ഹാൻഡ്ലൂം ചെയ്യുന്ന വ്യക്തികളുമായിട്ട് സംസാരിക്കും. ഞാൻ ആദ്യം പോകുന്ന എൻ്റെ ഏറ്റവും ചെറിയ ട്രിപ്പ് എന്ന് പറയുന്നത് കാഞ്ചീപുരമാണ്. അപ്പോൾ ഈ കാഞ്ചീപുരത്തെ നെയ്ത്തുകാരെ കണ്ട് അവരോട് സംസാരിച്ച് അന്ന് തൊട്ട് തുടങ്ങിയ ശീലമാണ്. എവിടെ പോയാലും അവിടെ ഹാൻഡ്ലൂം ഉണ്ടെങ്കിൽ അവിടുത്തെ ആളുകളോട് നേരിട്ട് ചെന്ന് ആ കൈത്തറിയിലുള്ളൊരു സാരി 1-2 സാരികൾ എനിക്കും അമ്മയ്ക്കുമായിട്ട് വാങ്ങുക എന്നുള്ളത്. കൂടുതൽ അമ്മയ്ക്കാണ് വാങ്ങുന്നത്. എന്നിട്ട് അമ്മയുടെ നിന്ന് ഞാനങ്ങ് ഇസ്കി 2-3 കൊടുക്കും, പിന്നെ അമ്മയ്ക്ക് തന്നെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫാസിനേഷൻ. എല്ലാ കാലത്തും എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ കാലത്തും ഇതുപോലെ അലസമായിട്ട് ഉടുത്ത് നടക്കാനാണ് ഇഷ്ടം. അതിന് ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ എനിക്ക് മാധവിക്കുട്ടി ഒരു വലിയ ഇൻഫ്ലുവൻസും ആണ്. ഗൗരി സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളല്ലേ, അപ്പം ഈ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എന്തെങ്കിലും അവസരം മുതലെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഗൗരിക്ക്? ഞാൻ പൊതുവേ ഒരു ബൗണ്ടറി വളരെ വ്യക്തമായിട്ട് സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ പരിചയപ്പെടുന്ന ഒരാളുമായിട്ട് ഞാൻ യാത്ര ചെയ്യാറില്ല. വഴിയിൽ കാണുന്ന ഒരു വ്യക്തിയുമായിട്ട് ഞാൻ വേണ്ട വിധത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്.
വ്യക്തമായ ബൗണ്ടറി ഞാൻ സെറ്റ് ചെയ്യും. അതിനപ്പുറമുള്ളൊരു ഇൻറ്ററാക്ഷനെ ഞാൻ വകവെച്ച് കൊടുക്കത്തില്ല. പിന്നെ നമ്മളെ ലോക്കലായിട്ട് പരിചയപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു ഢാബയിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു അമ്മാവനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിലോ അവരൊരിക്കൽ പോലും ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ആകെ പറയാനുള്ളൊരു മോശം അനുഭവം എന്ന് പറയാനാണെങ്കിൽ, ഞാൻ സ്ഥലം പറയുന്നില്ല, അവിടെ ഒരു ഹോം സ്റ്റേ, ഞാൻ ആകെ പറയാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയാണ്, എന്താണെങ്കിലും നോർത്ത് ഇന്ത്യ അല്ല. നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യയെ വെച്ച് ഭയങ്കര പ്രജുഡിസുകളും നോർത്ത് ഇന്ത്യ ഇതാണൊരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ വാർ തന്നെ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ അനുഭവിച്ചിരിക്കുന്നത് സൗത്തിൽ തന്നെയാണ്. ഞാൻ ഒരു ഹോം സ്റ്റേയിൽ പോയിട്ട് ആ ഹോം സ്റ്റേയിലെ വ്യക്തി വെള്ളം അടിച്ചിട്ട് അതിൻ്റെ വാതിലിൽ മുട്ടി. ഞാൻ ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാൻ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ അടുത്തൊരു സ്റ്റേ കണ്ടുപിടിക്കുകയും ചെയ്തു. ഞാൻ ചീത്ത വിളിച്ചു, പരാതി കൊടുത്തു, എല്ലാം ചെയ്യാനുള്ള ചെയ്തു. പക്ഷേ നമ്മളിപ്പോൾ ഈ മോശം അനുഭവവും നല്ല അനുഭവവും തമ്മിൽ നമ്മളെപ്പോഴും ഒരു അനുവാദം എടുക്കണം, ഇല്ലേ? അപ്പോൾ എനിക്കാകെ ഇത്രയും വർഷം ഞാൻ യാത്ര ചെയ്തിട്ട് ഈ ഒരൊറ്റ അനുഭവം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു അനുഭവം എടുത്ത് കാണിച്ചിട്ട് സോളോ ട്രാവൽ ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയാവില്ല. നമ്മളിപ്പം സാധാരണ നമ്മളൊരു കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായെന്നിരിക്കാം. അതുപോലൊരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ സോളോ ട്രാവലർ എന്നുള്ള രീതിയിൽ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ പറയണം. നമ്മുടെ വീട്ടിലുള്ള ഡേഞ്ചറൊക്കെ എന്തായാലും പുറത്തു പോകുള്ളൂ. അതിനപ്പുറമുള്ള അപകടങ്ങളൊന്നും നമുക്ക് സംഭവിക്കാനില്ല ആസ് എ വുമൺ അല്ലെങ്കിൽ ആസ് എ സോളോ ട്രാവലർ. നമ്മൾ അഫ്കോഴ്സ് എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കണം. നമുക്കൊരു സിക്സ്ത് സെൻസ് ഉണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് എന്തൊക്കെ പറഞ്ഞൊരു സിക്സ്ത് സെൻസ് ഉണ്ട്. ഇത് ഡേഞ്ചറാണ് അല്ലെങ്കിൽ അത് ഡേഞ്ചർ അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റിനെ ഒരിക്കലും തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകാതിരിക്കുക. ആ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് വേണ്ട പ്രിക്കോഷൻസ് എടുത്ത് വേണ്ട അപ്ഡേറ്റ്സ് എടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഉള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉള്ളൊരു കാലഘട്ടത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവാനില്ല. അപ്പോൾ ഞാനൊരിക്കലും പറയില്ല സോളോ ട്രാവലർ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ കുടുംബത്തോടെ ട്രാവൽ ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന അതേ പ്രശ്നമേ സോളോ ട്രാവലർക്കും ഉണ്ടാവാനുള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഈ ലോകം നമ്മൾ ഈ പോർട്രേ ചെയ്യുന്നത് പോലെ അത്ര മോശം ലോകമല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം, അതായത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളോട് വളരെ കൺസേണോടെ പെരുമാറുന്ന പുരുഷന്മാരാണ് കൂടുതലും ഉള്ളത് ഈ ലോകത്ത്. നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ജെനുവിനായിട്ട് വിചാരിക്കുന്ന പുരുഷന്മാരാണ് ഈ ലോകത്തുള്ളത്. ഈ പറഞ്ഞ കൺസേൺ വളരെയധികം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്കും ഈ ലോകത്തെ പേടിയായിരുന്നു. നമ്മളൊക്കെ ബ്രെയിൻ വാഷ്ഡ് ആയിരിക്കുന്ന അങ്ങനെയാണ്. ഇത് പുറത്തിറങ്ങി അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് പേടിയോടെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് യാത്ര പുറപ്പെടുന്നത്. പക്ഷേ എനിക്കുണ്ടായ അനുഭവങ്ങൾ എൻ്റെ ഈ കാഴ്ചപ്പാടിനെ പരിപൂർണമായിട്ട് മാറ്റിയെടുത്ത കൂട്ടത്തിലാണ്. അപ്പം ഒരു സ്ത്രീ യാത്രിക എന്ന നിലയിൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലാണെങ്കിൽ പോലും പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് കുറവാണ്, അല്ലേ? അതായത് വുമൺ ട്രാവലേഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ എന്തൊക്കെയായിരിക്കും? ഈ ഒരു ജനറേഷനിലും ഇങ്ങനെ സംഭവിക്കണം, അതിൻ്റെ റീസൺ എന്തൊക്കെയായിരിക്കും എന്ന് ഗൗരിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്? മെയിൻ ആയിട്ടുള്ള റീസൺ എനിക്ക് തോന്നുന്നത് സേഫ്റ്റി കൺസേൺസ് ആയിരിക്കാം. നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി പുറപ്പെടാതെ നമുക്കത് എത്രമാത്രം നല്ലതാണെന്നോ മോശമാണെന്നോ നമുക്കറിയാൻ സാധിക്കില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, സോളോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഒരു ഡിസിഷൻ എടുത്തൊരു പെൺകുട്ടി ഒരു യാത്ര കൊണ്ട് നിർത്തില്ല. കാരണം ആ ആദ്യത്തെ യാത്ര കൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ മുൻവിധികളും തിരുത്തപ്പെടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു വലിയ കാര്യമായിരിക്കാം. നമുക്ക് സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസിന് എടുക്കാൻ പറ്റും. ആ ഡിസിഷൻസിന് മറ്റുള്ളൊരു വിലയും കൽപ്പിക്കും. അതൊരു സത്യമാണ്. അപ്പോൾ പലപ്പോഴും സ്വന്തമായിട്ട് വരുമാന മാർഗ്ഗങ്ങളില്ലാത്തത് യാത്ര ചെയ്യുന്നതിനൊരു തടസ്സമാകാം. എനിക്ക് തോന്നുന്നു ഈ 2 കാരണങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യാണ്ടി നമുക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ട് സ്ത്രീകൾക്ക്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ വളരെ പ്രോമിനൻ്റ് ആയൊരു സെൻറ്റൻസ് എനിക്ക് ഓർമ്മയുള്ളത്, നീ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് യാത്ര ചെയ്യാൻ നിൽക്കരുത്. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് നീ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കരുത്. അഫ്കോഴ്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, അവരെ കൺവിൻസ് ചെയ്യാനും നോക്കരുത്. നിനക്ക് യാത്ര ചെയ്യണം, നീ യാത്ര ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലെ ഒരു പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കാം നമ്മളിൽ പലരും. നമ്മളൊക്കെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾ എന്ത് പറയും അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു പ്രജുഡിസും ഇതിന് പിന്നിൽ കാണാം. ഇതൊക്കെയാണ് എനിക്ക് റീസൺസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ എയർബിഎൻബിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു സർവേ ഉണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് 31% സോളോ ട്രാവലേഴ്സ് ഫീമെയിലാണ്. അപ്പോൾ പതുക്കെ ആ അനുപാതം കൂടിക്കൂടി വരുന്നുണ്ട്. പെൺകുട്ടികളും തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നു അവരവരുടെ പാഷൻ എന്താണെന്ന്. എനിക്ക് ഒരുപാട് പേര് DM ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ.
അതായത് എങ്ങനെയാണ്, സേഫ് ആണോ, പോകാമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഒത്തിരി കുട്ടികൾ മെസ്സേജ് ചെയ്യും. എസ്പെഷ്യലി 20s കുട്ടികൾ, ഏർലി 20s ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമാണത്. കാരണം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവരുടെ പോക്കറ്റ് മണിയൊക്കെ സേവ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അവർക്കുള്ളത് ഭയങ്കര നമുക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഈ കോളേജ് സ്റ്റുഡൻസ് മെസ്സേജ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഗൗരിയുടെ കോളേജ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു യാത്രകൾ? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ നാട് വിട്ട് പോയി പഠിച്ചത് തന്നെ യാത്ര ചെയ്യാനാണ്. കാരണം എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ തരത്തിലുള്ള ഇതുണ്ടെങ്കിലും ഈ കൺസേൺ ഉണ്ടായിരുന്നു, സേഫ്റ്റി കൺസേൺസ്. നമ്മൾ പറയുന്നത് ഒരു 10-15 വർഷം മുമ്പുള്ള കാര്യമാണ്. 2010 ഈ പറഞ്ഞ പോലെ 5G ഇൻ്റർനെറ്റോ ഒന്നുമില്ലാത്തൊരു കാലമാണ്. അന്ന് ആകെയുള്ളൊരു ജസ്റ്റ് ഡയൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മെട്രോ സിറ്റീസിൽ മാത്രമേ അതും കിട്ടൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പോയത് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യണമെന്ന് കരുതിയിട്ട്, എവിടോട്ടാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ചെന്നൈയിൽ മദ്രാസ് അസിസ്റ്റൻറ്റ് കോളേജിലാണ് എൻ്റെ BSc ചെയ്തത്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്ത് ഞാൻ പോയതാണ് എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അന്ന് തമിഴ്നാട്ടിലൊന്നും പെൺകുട്ടികൾക്ക് റൂമൊന്നും കൊടുക്കില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ പോക്കറ്റ് മണി വെച്ച് നമ്മൾ സേവ് ചെയ്ത് നമ്മൾ പോകും, നമ്മുടെ കയ്യിൽ റൂം എടുക്കാൻ കാശുമില്ല, അത് വേറെ കാര്യം. അപ്പം രാവിലെ പോയി വൈകുന്നേരം വരാവുന്ന യാത്രകളാണെന്ന് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരം പോവും, മഹാബലിപുരം പോവും, അത് കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരിയിലായിരുന്നു ബാക്കി ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് പിച്ചാവരം പോവും, ചിദംബരം പോവും, തഞ്ചാവൂർ പോവും, പിന്നെ നമ്മുടെ ഇത് എന്താ വൈത്തീശ്വരൻ കോവിലുണ്ട്, ഏട് നോക്കുന്ന നാടി ജ്യോത്സ്യകൾ. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഇല്ല, നമുക്ക് ഹെൽപ്പ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും. നമ്മൾ ആകെ അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അന്ന് തൊട്ടേ എനിക്ക് യാത്ര എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ തലയിൽ കയറി പിടിച്ചത് കൊണ്ട് എവിടെയെങ്കിലും പോയ സ്ഥലത്ത് തന്നെ ഞാൻ പറഞ്ഞ ഒരു 10 വട്ടം പോയിട്ട് വരും, എന്നാലും എനിക്ക് സന്തോഷമാണ്. കാര്യം ആ 10ാമത്തെ വട്ടം നമ്മൾ പോയി കാണുന്നത് പുതിയൊരാളെ ആയിരിക്കും, അല്ലെ പുതിയൊരു കാഴ്ചയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടികളിങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്, ഇന്ന് അവരുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് അല്ല, ദേ ഹാവ് അൺലിമിറ്റഡ് ഓപ്ഷൻസ്. പുറത്ത് പോയി പഠിക്കുന്നത് ഇപ്പോൾ വളരെ കോമൺ ആണ്. ഡൽഹിയിലൊക്കെ കുട്ടികൾ ഒത്തിരി പോയി പഠിക്കാറുണ്ട്. ഈ ഡൽഹിയിൽ നിന്ന് പിള്ളേർ പഞ്ചാബിലോട്ട് പോകാറുണ്ട്, ഹിമാചൽ പ്രദേശിലോട്ട് പോകാറുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ പ്രായത്തിൽ പെൺകുട്ടികൾ ചെയ്യുന്നു എന്ന് കാണുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഞാൻ റോയാപുരത്ത് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് ചെന്നൈയിൽ. ഈ പറഞ്ഞ ഈ ഭയങ്ങളെക്കുറിച്ച് ഞാൻ പറയുക. അപ്പോൾ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ റോയാപുരത്ത് റെയിൽവേ സ്റ്റേഷൻ ഫങ്ഷനിങ് അല്ല, ബ്രിട്ടീഷ് കാലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് അവിടെ പോയി ഒന്ന് കാണാനായിട്ട് ഞാൻ പോയതാണ്. അന്നൊന്നും ക്യാമറ ഫോൺ പോലും ഇല്ല, ജസ്റ്റ് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഞാനവിടെ സ്റ്റക്കായിപ്പോയി, എനിക്ക് തിരിച്ച് വരാനായിട്ട് ഓട്ടോയോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് വണ്ടി നിർത്തി. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് വെച്ച് ആദ്യം തോന്നുന്നത് ഡേഞ്ചറാണ്. അപ്പം ഞാൻ മുഖം തിരിച്ച് നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ വളരെ അന്നൊക്കെ ഞാൻ ഭയങ്കര ഒരു ബൗണ്ടറി ഇട്ട് ഷീൽഡ് ഇട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ. ഞാൻ ആർക്കും സംസാരിക്കില്ല. അന്ന് ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ല, എനിക്ക് 6 മണി കഴിഞ്ഞാൽ ഞാൻ ഇൻട്രാക്ട് ചെയ്യില്ല. അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ ഓട്ടോയൊന്നും കിട്ടത്തില്ല, ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്കും 2 പെൺകുട്ടികളുള്ളതാണ്, ഇവിടെ നീ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ ബസ് സ്റ്റോപ്പ് വരെ, ഈ 2 ഓപ്ഷനേ നിനക്കുള്ളൂ, ഞാൻ സേഫായിട്ട് എത്തിക്കാമെന്ന്, ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടി സേഫ് അതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ കയറി ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായതൊരു വളരെ പുതിയൊരു പെർസ്പെക്റ്റീവാണ്. യു ക്യാൻ ട്രസ്റ്റ് മെൻ. നമ്മളിങ്ങനെ പേടിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും യാത്ര നടക്കത്തില്ല. എല്ലാവരെയും പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ എല്ലാത്തിനെയും പേടിച്ചാൽ നമുക്ക് യാത്ര നടക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാവൽ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇന്നാണ് നമുക്ക് ഊബർ റാപ്പിഡോ അങ്ങനെ പല അതൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഈ പെർസ്പെക്റ്റീവ്, ഞാൻ ഈ പറഞ്ഞ പോലെ ലോകത്ത് എല്ലാവരും മോശമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ പെർസ്പെക്റ്റീവിനെ മാറ്റിയത് എൻ്റെ ഈ 18ാമത്തെ വയസ്സിൽ നടന്ന ഈ ഒരു ഇൻസിഡൻ്റ് ആണ്. നമുക്ക് യു ക്യാൻ ട്രസ്റ്റ് പീപ്പിൾ. ആളുകളെ ട്രസ്റ്റ് ചെയ്യാതെ യാത്ര ചെയ്യാൻ പോകരുത്. അങ്ങനെ ഒരു മനസ്സില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പോകരുത്. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഉന്തുന്നതിനും തള്ളുന്നതിനും ഒരു പരിധിയുണ്ട്. ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലുമൊക്കെ മനുഷ്യനാണ്, സോഷ്യൽ ബീയിങ് ആണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ടേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ട്രസ്റ്റ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക, ഈ വിശ്വാസം, പരസ്പര വിശ്വാസം, മനുഷ്യരെന്നുള്ള നിലയിലുള്ള പരസ്പര വിശ്വാസം മുമ്പോട്ട് കൊണ്ടുപോകുക. ആ പരസ്പര വിശ്വാസത്തിൽ ധാരാളം യാത്രകൾ ചെയ്യുക. യാത്രികർക്ക് പെൺ ആൺ വ്യത്യാസമില്ല, യാത്രികരാണ്. അവിടെ ജെൻഡർ വരേണ്ട കാര്യം പോലും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ത്രീ യാത്രികരുടെ എണ്ണം വളരെ കുറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ പെൺ യാത്രികർ എന്ന് പറഞ്ഞൊരു പ്രത്യേക ടാഗിൽ ഇത് വരേണ്ട ഒരു കാര്യം വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചിറകുകൾ വിടർത്തി നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ, സ്ത്രീകൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ പയ്യെ മാറ്റം
തുടങ്ങുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേര് ഇനിയും യാത്ര ചെയ്യട്ടെ, ഒരുപാട് സ്ത്രീകൾക്ക് ഇനിയും ഒരുപാട് ലോകങ്ങൾ കാണാൻ സാധിക്കട്ടെ, പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ലിബറേറ്റിംഗ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. അപ്പോൾ ഇതിങ്ങനെ തന്നെ പോട്ടെ, ഒരുപാട് യാത്രികരുണ്ടാവട്ടെ നമ്മുടെ ലോകത്ത്. ഈ ലോകം കൂടുതൽ കൂടുതൽ സുന്ദരമാകട്ടെ.